നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. സമയം വൈകിപ്പിക്കുന്നില്ല. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിയ, പ്രചോദേട്ടൻ, നസീർക്ക. സ്വാഗതം, സുസ്വാഗതം. നിങ്ങൾ മൂന്നുപേരും അവർക്കൊരു സ്വാഗതം കൊടുത്തോട്ടെ. പാലക്കാട് നിന്ന് വന്നാണ്. നാഗപ്പള്ളിയിലുള്ള ഹരിതറോസേനിലെ ചേച്ചിമാര്. എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. റെഡി. ഫുൾ എനർജിയിലാണോ? ഫുൾ എനർജി. ചിരിക്കാൻ തയ്യാറാണോ? റെഡിയാണ്. കൈയടിക്കാൻ തയ്യാറാണോ? ഞങ്ങളൊക്കെ റെഡിയാ. നീ അങ്ങ് തുടങ്ങിയാ മതി. പിന്നെ ലാഗടിപ്പിക്കാതെ. വാങ്ങിച്ച കാശിന് ജോലി ചെയ്ത് പോയിക്കാ. കിറ്റ് കാണണോ? പിന്നെ ജീവ തുടങ്ങൂ. ഇല്ല, നിന്റെ ജീവൻ ഞാൻ കളയും. ഇത് എപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായത്. പറയേണ്ട കാര്യമല്ലേ, എപ്പോഴും ഇങ്ങനെ പറയുമ്പം ഞാൻ ആ കൂടുതൽ അത് വാരി ഇട്ട് തരുന്നത്. ഇങ്ങോട്ടിട്ട് എന്നെ മാത്രം അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇത് എന്റെ കയ്യിലല്ലോ ഇരിക്കണ്ടേ? എന്റെ കയ്യിലല്ലേ ഇരിക്കണ്ട. പക്ഷെ എന്നെ കൂടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇത് പിടിച്ചേ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൃത്യമായിട്ട് നോക്കണം. ഇവിടെ നോക്കിയേ, ചുറ്റും നോക്കി എന്തോരം വേസ്റ്റുകളായിരിക്കുന്നു. അല്ല, കിടക്കുന്നത് ആ കുപ്പി കണ്ടോ? ഞാൻ തെറ്റിദ്ധരിച്ചു. ആ കുപ്പി കണ്ടോ? അങ്ങോട്ട് നോക്കാതെ ഇതിന്റെ കാര്യം അത് പോയെടുത്തേ. ഞാൻ എടുക്കണോ? പിന്നല്ല, ഞാൻ എടുക്കണോ? ചെയ്യാനാന്ന് പറ. എല്ലാ ജോലിയും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കത്തുള്ളൂ. അതെ, ഒരു കാര്യം പറയാം. ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ പറയാൻ ഇടവരുത്തരുത്. ഞാൻ പറയാം. എപ്പോഴും എന്നെ മാത്രം ഇങ്ങനെ വിളിക്കേണ്ട കാര്യം എന്തുവാ? എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടിയതുകൊണ്ടാണോ? അല്ല അല്ല അല്ല, ഒരു കാര്യം ചേച്ചി പോയി അവരും കൂടെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്താ. ഇങ്ങനെ പോയാലേ താമസിയാതെ എന്നെ കൂടെ ചാക്കിലിട്ടോട്ട് അങ്ങ് പോവല്ലോ ഇയാള്. അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ചെറുതായിട്ട് ഹിന്ദി കിട്ടുന്നുണ്ട്. അവരെ വിളിച്ചോണ്ട് വരാം കേട്ടോ. ചേച്ചി ചേച്ചി എന്തൊക്കെ ചെയ്താ ഇവിടെ നിന്ന് പിഴയ്ക്കാൻ പറ്റും? നാട്ടുപാട്ട് കേട്ടോ നാഞ്ചി നാട്ടുകാറ്റേ, പാണ്ടിക്കോയിൽ താണ്ടും പൊമ്മലാട്ടക്കാറ്റേ. ഹലോ, ഉണ്ണിയേറ്റാ. ഞാനിവിടെ ഉണ്ട്, ജോലി ചെയ്തോണ്ടിരിക്കുക. കിളവി ഉണ്ട് ഇവിടെ. ഒന്നിനും സമ്മതിക്കത്തില്ല. ഇപ്പോഴോ? നീ ഇവിടെ ജോലി ചെയ്യാൻ വന്ന ഫോൺ വിളിക്കാൻ വന്നാണോ? ഇത് പഞ്ചായത്തിൽ നിന്ന് വന്ന കോള്. പഞ്ചായത്തിൽ നിന്ന് വന്ന കോളൊന്നുമില്ല. നിന്നെ ഈ പഞ്ചായത്തിൽ എന്ന് കെട്ടിക്കൊണ്ടുവന്നു ഇവിടുത്തെ ചെറുപ്പക്കാരന്മാർക്കാ കോള്. അയ്യോ അയ്യോ, അങ്ങ് മുത്ത് കൊഴിയണമൊക്കെ, അങ്ങ് മുത്ത് കൊഴിയണമല്ല പറഞ്ഞ ഉടനെ ചിണുങ്ങിക്കോളണം. അവളങ്ങ് ചിണുങ്ങ്. എന്തുകൊണ്ടേ? എന്തോന്ന്? ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വരാം. ചേച്ചിക്ക് ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാ. അയ്യോ, ഞാൻ ഭയങ്കര ആരാധിക്കുക കേട്ടോ. എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട്. എന്നെ മനസ്സിലായോ? വേഷമൊക്കെ കണ്ടിട്ട് നമ്മുടെ അറിയത്തില്ല. എല്ലാ സിനിമ കണ്ടിട്ട് നമ്മളെ പരിചയമില്ല അല്ലേ? ഒരു ഫോട്ടോ എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. എടുക്കാം. ഓക്കെ. അയ്യോ, എന്നാലും ഞാനിവിടെ നല്ല ഫോമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ ഉടനെ അങ്ങ് വിളിക്കുമല്ലേ. പിന്നെ ചേട്ടാ, ഈ പ്ലാസ്റ്റിക് വെള്ളമല്ല, നിങ്ങൾ കുടിച്ചാൽ ഉടനെ കവറിനകത്താക്കി അവിടെ എവിടെയും കൊണ്ടിടണം. നിങ്ങളാണ് ഇവിടെ മൊത്തം വൃത്തിയാക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന കുഴപ്പമില്ലല്ലേ? അയ്യോ എടുക്കല്ലേ. ഭാര്യയും മക്കളൊക്കെ ഉള്ളതാണ്. അങ്ങനെ കുടുംബം നിന്ന് നശിപ്പിക്കല്ലേ പെണ്ണ. മാറങ്ങോട്ട്. ചേച്ചി, ഈ പ്ലാസ്റ്റിക് ഞാൻ എടുത്തോട്ടെ? പ്ലാസ്റ്റിക് അല്ല, ജീവനുള്ളത് തന്നെ. ജീവനുള്ളതാണോ? അനങ്ങായിരുന്നപ്പോ ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക്. ക്ഷമിക്കണേ. കുപ്പിയുടെ എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് വയ്യ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഈ ഫോണില് ക്ലാരിറ്റി ഇല്ല. ഫോണുണ്ടോ? ഒന്ന് എടുത്തേക്ക്. ഒരു സെൽഫി എടുക്കാമോ? പ്ലീസ്. ഇവിടെ ഇരിക്കുന്ന കുഴപ്പമില്ലല്ലോ? ആണോ? ഓക്കെ. ഞങ്ങള് ഈ കോട്ടൊക്കെ ഇട്ട് ചവർ പറക്കുന്ന എന്താ നോണ്ടിയില്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വെച്ചില്ലേ? അവക്ക് ഇത്തിരി ഗ്ലാമർ ഇല്ല. അവളെ നീ നോണ്ടി. അപ്പൊ ഇത്രയും ചന്തമുള്ള ഞാൻ വന്ന് നീ കടിച്ചങ്ങ് തിരിഞ്ഞു നോണ്ടാതിരിക്കുന്നു പെണ്ണുങ്ങളെ. പ്രാങ്കിയാക്കിയതാ ഞങ്ങള്. പേടിച്ചോ? അപ്പൊ ഒരു കാര്യം, ആ ഫോട്ടോ എനിക്ക് അയച്ചേക്കോ? ഫോട്ടോ അയക്കാൻ നമ്പർ ഉണ്ടോ? ചേച്ചി നമ്പർ ചോദിക്കും. ചേച്ചി ഇയാൾ നമ്പർ ചോദിക്കുമ്പോൾ ഞാൻ 93478905 പറയണം. അങ്ങനെയുള്ള പരിപാടി ഒന്നും നമുക്കില്ല കേട്ടോ. അയ്യോ, ഇത് കൊടുക്കുന്നതല്ലേ ചേച്ചി കുഴപ്പം. ഇന്ന് ഞാനിപ്പോ നമ്പർ കൊടുത്ത് ഈ പുള്ളിക്കാരൻ രാവിലെ ഒരു ഹായ് ഇടും. അത് കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് ഒരു ഹൂയി ഇടും. ഇത് കഴിയുമ്പോ ഒരു മഞ്ഞ കളറിലുള്ള ലവ് ചില്ലുള്ള കണ്ടില്ലേ, അതിടും. പിന്നെ ഇടും
അടുത്ത് ചോദിക്കുന്നത് എന്താ അറിയോ? ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ എന്താ? കാണുങ്ങൾക്ക് ഈ ഒരൊറ്റ സ്ക്രിപ്റ്റേ ഉള്ളോ? വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേ നിങ്ങൾക്ക്? ഒന്ന് അയച്ചു നോക്കെ, എന്റെ കയ്യിൽ വേറെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഈ ആണുങ്ങളെ കാണുമ്പോ എന്തൊരു ഇത്ര ചാട്ടം നിനക്ക്? അതെ. ഞാൻ കണ്ട എനിക്ക് ഇത്രയും വയസ്സായല്ലോ, ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു വിധവയെ പോലെയല്ലേ ജീവിക്കുന്നത്? കല്യാണം കഴിക്കാത്ത വിധവയോ? അല്ല, പതിവ്രത. ചേച്ചി എന്തായാലും ഒരു കല്യാണം കഴിക്കണം ചേച്ചി. ഓ, അതിന്റെ കാര്യമല്ലല്ലോ ചേച്ചി, ഇന്നോ നാളെ എന്ന് പറഞ്ഞ് ഇരിക്കുമല്ലയോ? ഒരു കല്യാണം കഴിഞ്ഞാല് ചേച്ചിക്ക് ഇതേ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഞാനും എന്റെ ഭർത്താവും കൂടെ ഊട്ടി, കൊടൈക്കനാല്, മൂന്നാർ ഇവിടെയൊക്കെ ഹണിമൂണ് പോണം. പിന്നെ ഇതുവരെയും പോവാത്ത പോലെ. എന്തോന്ന്? അല്ലല്ല, ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇതുവരെ പോയിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞതായിരുന്നു. കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് മൂടില്ലായിരുന്നടി. പണ്ട് മൂടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആവരുതോ? അതല്ലാന്ന്, എന്നെ കെട്ടിച്ചൂടെ എന്റെ തന്തയ്ക്ക് മൂടില്ലായിരുന്നെന്ന്. തന്തയ്ക്ക് മൂടില്ല, മോളെ കെട്ടിക്കുന്നതിന് തന്തയ്ക്കാണോ മൂട്? എത്രയും പെട്ടെന്ന് ചേച്ചി കല്യാണം കഴിക്കണേ വെച്ചാൽ ശരിയാവത്തില്ല. ആഗ്രഹം ഉണ്ടടി, നല്ല കൊട്ടും കുരവയും താളമേളവും 4 ആൾക്കാരൊക്കെ കൂട്ടി കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. ചേച്ചി ഇത്രയും വെച്ചിട്ട് 4 ആളെ അറിയിക്കാൻ നിൽക്കണ്ട, രഹസ്യമായിട്ട് അങ്ങ് കെട്ട്. അല്ലേ ചേച്ചി, ഇതാണ് ഈ മാലിന്യ സംസ്കാര കേന്ദ്രം. സംസ്കാര കേന്ദ്രവും അല്ല, ഈ വേസ്റ്റ് ഒക്കെ നമസ്കരിക്കുന്ന സ്ഥലം. എടി, സംസ്കരിക്കുന്ന സ്ഥലം. എന്റെ പൊന്നുമോളെ, ഇത് അതല്ല. ഈ വീട്ടിൽ ആൾ താമസം ഇല്ലാത്ത വീടാണ്. അപ്പൊ നമ്മൾ ചവറൊക്കെ കൊണ്ട് ഇവിടെ കൂട്ടി വെക്കും. ആഴ്ചയിൽ ഒരിക്കൽ ലോറി വരും, അതങ്ങ് കൊണ്ടുപോകും. അങ്ങനെ അല്ലേ? അപ്പൊ ചേച്ചി ഇതാ, ഇത് ഈ വേസ്റ്റ് എന്താ ഇവിടെ നിറഞ്ഞു? അപ്പുറത്തെങ്ങ് തട്ട്, കുഴപ്പമൊന്നും അങ്ങോട്ട് തട്ട്. ആളില്ലാത്ത വീടെല്ലാം കൂടെ തട്ട്. I am doing my job. ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നടാ, നിങ്ങൾ ആരാണെന്നാണ് ചോദിച്ചത്. പച്ചപ്പടയാളുടെ ക്യാപ്റ്റനാണോ മാഷേ? മാഷ്? നീ ആരടാ? ഞാൻ ആരാണ്? ഞാൻ ഈ വീടിന്റെ പുതിയ ഉടമസ്ഥൻ. പിന്നെ ഭയങ്കര ഉടമസ്ഥ. മുതലാളിമാരെക്കാളും ബ്രോക്കർമാരുണ്ടാവുന്ന നാടാ ഇത്. ഉടമസ്ഥ. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നമ്മൾ ആരാണ്? പച്ചപ്പടയാളുടെ ക്യാപ്റ്റനാണോ മാഷേ? അയ്യോ, ഒരു ഭയങ്കര ക്യാപ്റ്റൻ വന്നേക്കുന്നു. നിനക്ക് ഈ പെണ്ണ ഇവനെ എന്തോന്നടി ഇവന്? നിങ്ങൾ ആരാ ഇത്? ഞാൻ പറഞ്ഞേക്കാം, ഞാനാണ് ഈ വീട് പുതിയതായിട്ട് വാങ്ങിച്ചാള്. ഈ വേസ്റ്റ് ഒക്കെ എന്തിനാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നത്? വേസ്റ്റ് ഒക്കെ ഞങ്ങൾ അടുത്ത ആഴ്ച മാറ്റിക്കോളാം. എന്റെ പൊന്നു സാറേ, അല്ല വരുത്തന്മാർ വന്ന് ഞങ്ങൾ അങ്ങനെ ചൂടാവെന്നും വേണ്ട കേട്ടാ. സംസാരിക്കേണ്ട കാര്യമില്ല. ആര് പറഞ്ഞു ഞാൻ വരുത്തനാണെന്ന്? ഞാൻ വരുത്തനല്ല. 1982 ലൂതറൻ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചവനാണ് ഞാൻ. അതും സൂസമ്മ ടീച്ചറിന്റെ ക്ലാസ്സിൽ. ഈ ലൂതറൻ ചൂളിൽ ഞാനും സൂസമ്മ സാറിന്റെ ക്ലാസ്സിൽ പഠിച്ചവൻ തന്നെടോ മാഷ്. പാടി വേണ്ട അങ്ങോട്ട്. പിന്നെ അവൻ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. വാവേ പൊന്നു, മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ച ഗിരിജ കേറ്റി ശംഭു പിപി കേറ്റി പിപി തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ ഉണരുമ്പോൾ പിടയാതെ ചിറകാലെ കുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തിൽ ചാഞ്ചാടു കിളിയേ കിളിയേ. എന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കാതിരിക്കും? ഹൈസ്കൂൾ വരാന്തയിലൂടെ ചുവന്ന നിക്കറിട്ട് പോകുന്ന പൊടിമീശക്കാരനെ മറക്കാൻ പറ്റും എനിക്ക്? എന്റെ നിക്കറിന്റെ കളർ വരെ നീ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? ആ സ്കൂളിൽ തേഞ്ഞ് കീറിയ നിക്കറുള്ളത് പൊന്നിന് മാത്രമല്ലേ? അതും 2 ഓട്ടയുള്ള നിക്കറ്. ആമ കൂളിംഗ് ഗ്ലാസ് വെച്ചതുപോലെ ഇരിക്കും. നിനക്കൊരു കാര്യം അറിയാമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം 10ാം ക്ലാസ്സിൽ ഞാൻ തോറ്റു. പിന്നെ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഞാനും അമ്മയും കൂടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ തോറ്റ വിഷമത്തിന് അമ്മ എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി. അയ്യോ, പിന്നെ വരുന്ന ഓരോ ട്രെയിനിലും ഞാൻ എന്റെ അമ്മയെ തിരക്കി. അമ്മ അമ്മ അമ്മ. ഇതുപോലെ സഹായ സഹകരണങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ നേരെ മുംബൈയിലേക്ക് അങ്ങ് പറന്നു. അല്ലാണ്ട് പിച്ചെടുത്ത് മുമ്പേ പോയി പറയരുത് കേട്ടോ. അങ്ങനെയും പറയാം. അങ്ങനെ മുംബൈയിലെത്തിയതിനു ശേഷം രക്ഷപ്പെടണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റും. അങ്ങനെ ഞാൻ കുറെ കാശുണ്ടാക്കി. ബിസിനസ് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ കള്ളവണ്ടി കയറി ഞാൻ ഊട്ടിക്ക് പോയി. അവിടെ ചെന്ന് ഞാനൊരു ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്? ഐസ്ക്രീം കച്ചവടം. ഊട്ടിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്. പക്ഷെ എന്താ സംഭവം അറിഞ്ഞൂടാ, ബിസിനസ് പൊളിഞ്ഞു. പൊളിയേണ്ടതല്ലല്ലോ. അല്ല അങ്ങനെ അല്ല. വീണ്ടും രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പൈസ സമ്പാദിച്ചു. ഞാൻ നേരെ കള്ളവണ്ടി കയറി നേരെ പഞ്ചാബിലെത്തി. അവിടെ ചെന്ന് MBBS എടുത്തു. MBBS എടുത്തോ? യെസ്, മാസ്റ്റർ ഓഫ് ബാർബറിംഗ് ആൻഡ് ബാച്ചലർ ഓഫ് ഷേവിംഗ്. ബാർബർ ഷോപ്പ് വെച്ച്. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. രക്ഷപ്പെടാനുള്ള മോഹം മതിയായി മനസ്സിലേക്ക് വന്നു. അമേരിക്കയിലെത്തി. അമേരിക്കയിൽ ചെന്നു ഞാനൊരു കല്യാണം കഴിച്ചു.
പുള്ളി സന്തോഷകരമായ ജീവിതം കിട്ടിയില്ല, ചേച്ചി കരയുന്ന എന്തിന്? അതല്ല, അമേരിക്കയിൽ നിന്ന് വന്നതിന്റെ വല്ലതും കിട്ടുമോ നോക്കട്ടെ. അമേരിക്ക ജോലിയൊക്കെ ആയിരുന്നല്ലേ? പിന്നെ ജോലിയായിരുന്നു, വൈഫിന് നല്ല ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഭാര്യ എന്ത് ചെയ്യുന്നു? മിണ്ടാതിരുന്ന ഒന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ അടിച്ച് ചൗക്കല് പൊളിച്ചു. പക്ഷെ രാവിലെ ഒരു 9 മണി ടൈം ആവുമ്പോൾ ഞാൻ നേരെ വാഷിംഗ്ടണിലേക്ക് ഇറങ്ങും. എന്നിട്ട് എപ്പോ അലക്കി തീരും? നീ കൂടുതലുണ്ടെങ്കിൽ ഒരു 5:30 കഴിയും, അല്ലെങ്കിൽ നേരത്തെ കഴിയും. അല്ല, ഞാൻ നേരെ അവിടെ ഇറങ്ങും. പിന്നെ മനസ്സിലധികം വിഷമം വരുന്ന സമയത്ത് ഞാൻ നേരെ മിയ ബീച്ചിലേക്ക് പോകും. അവിടെ ആകുമ്പോ സായിപ്പന്മാരെ കുളിക്കുന്ന ആണല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതിനുശേഷം എനിക്ക് അവിടെ പട്ടാളത്തിൽ ജോലി കിട്ടി, അമേരിക്കൻ ആർമി. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ശബ്ദമായിരുന്നു അവിടെ. ഒരു മിസൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന് വലിയ ഒച്ചത്തിൽ പടക്കം പെട്ടത്, അതിനെക്കാട്ടിലും വലിയ ശബ്ദം, സൗണ്ട്. അങ്ങനെ ഞാൻ നിൽക്കുകയായിരുന്നു. അമേരിക്കൻ പട്ടാളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു തോക്കിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4 കിലോ 5 കിലോ. പക്ഷെ അമേരിക്കയിൽ അങ്ങനല്ല, 250-300 കിലോ ഒരു തോക്കിന്. അങ്ങനെ എല്ലാ ദിവസവും ഒരുപാട് ചാക്ക് ഞാനങ്ങ് ചുമന്ന്, തോക്ക് ഞാനങ്ങ് ചുമന്ന് അവിടെ കൊണ്ട് എത്തിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 100-200 ഒക്കെ ഒരു ദിവസം വേണ്ടി ചുമക്കുമെങ്കിലേ നാട്ടിൽ ലോഡിങ്ങിന്റെ മണിക്ക് ഇന്നാ പോരായിരുന്നോ? അമേരിക്കയിലെ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നില്ല. ഇന്ത്യ പട്ടാളത്തിൽ ചപ്പാത്തിയാണ് ഫുഡ്. പക്ഷെ അവിടെ അങ്ങനല്ല, അവിടെ എന്താ? ബർഗറും കടലക്കറിയും. കടലക്കറിയോ? നമ്മൾ നാട് വിട്ടു പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേശീയ ആഹാരം. മറക്കരുത്. എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നത് ഫ്ലൈറ്റിൽ ഞാൻ ഇവിടം വരെ എത്തി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പോകാൻ വാഹനങ്ങൾ കിട്ടിയില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ധർമ്മേന്ദ്രന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്കെടുത്തിട്ട് ഒറ്റ വെടി. ഈ സമയത്ത് ഒരു ബുള്ളറ്റ് വന്നു, ആ ബുള്ളറ്റിൽ കയറി ഞാനിങ്ങി വന്നു. ഈ ശബ്ദം കേൾക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം വരുന്നത്. അല്ല, അമേരിക്കയിൽ നിന്ന് വന്നിട്ടേ നമുക്കൊന്നും കൊണ്ടുവന്നില്ലേന്ന് ചോദിക്ക. എന്റെ ഭാവിക്ക് ഞാനൊന്നും കൊണ്ടുവരാതിരിക്കും. ഞാനല്ല, ഭാവിയല്ല, എനിക്ക് കൊണ്ടുവരും, ഇപ്പൊ കൊണ്ടുവരും. അയ്യോ ചേച്ചി, ഇത് പറയുന്നൊക്കെ സത്യമാണോ ചേച്ചി? എനിക്കറിയത്തില്ല. എങ്ങനെ നിങ്ങൾ സ്കൂളിൽ ഇത്ര നാൾ ഇതിനെ സഹിച്ച്? സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവ നിക്കറി മുള്ളിയും പൊട്ടത്തലം മാത്രമേ പറയുള്ളൂ. അമേരിക്കയിൽ നിന്ന് വന്നല്ലേ, വല്ലതും കിട്ടുമെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടുന്നതെല്ലാം മാക്സിമം മേടിച്ചെടുത്തോളൂ കേട്ടോ. ആള് വരുന്ന കുട്ടിയല്ലായിരുന്നു എന്റെ അടുത്ത് ഗിഫ്റ്റ് വെച്ചത്? അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാ ഇത്? ടൈഗർ ബാം. അയ്യോ, കസ്റ്റംസുകാർ പിടിക്കാൻ മഹാഭാഗ്യം. വളരെ കഷ്ടപ്പെട്ടു എന്റെ ഇന്ന് സ്വന്തമാക്കാൻ നോക്കി, പക്ഷെ ഞാൻ കൊടുത്തില്ല. ആണല്ലേ? ഇപ്പൊ കണ്ടവർക്ക് മാത്രമേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുള്ളൂ. പഴയ കളിക്കൂട്ടുകാർക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു കളിക്കൂട്ടുകാർക്ക് ഒന്നുമില്ലെന്ന്? ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. അയ്യേ, നിൽക്കണം, ഒച്ച വെക്കുന്ന വാവേ. എന്തോന്ന്? അങ്ങോട്ട് നോക്കൂ. അവിടെ ഒരാള് നിക്കല്ലേ, പിന്നെന്തിനും വേറൊരാള്? ഹലോ ലേഡി, അതല്ല, സ്പ്രേ അടിച്ചതാണോ? എന്തായാലും ഞാൻ സ്വർഗത്തിലെ കട്ടറുമ്പോ ആവുന്നില്ലേ. എന്നാ കുളിക്കാത്തപ്പോഴൊക്കെ അടിക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവത്തിന് നമ്മളൊരു ഡാൻസ് കളിച്ച് ഓർക്കുന്നുണ്ടോ? അയ്യോ, ഞാൻ മറന്നു അത്. അയ്യോ, മറന്നെങ്കിലും കുഴപ്പമില്ല. എനിക്ക് വേണ്ടിട്ട് അമേരിക്കയിൽ പോകുന്നിടത്ത് കുറച്ച് നല്ല ഓർമ്മകൾ കിട്ടുന്നതിന് വേണ്ടിട്ട് നമുക്ക് ഇന്ന് ആ ഡാൻസ് ഒന്ന് കളിക്കണം. എന്റെ പൊന്നു, സ്റ്റെപ്പ് ഒക്കെ ഞാൻ മറന്നു. എന്നാലും കുഴപ്പമില്ല പൊന്നു, നമുക്ക് ആ ഡാൻസ് വേണം. പ്ലേ ദ മ്യൂസിക്. കോലക്കുഴൽ വിളിക്കേത്തോ രാധേ എൻ രാധേ, പാൽനിലാവ് പെയ്യുമ്പോ പൂങ്കിനാവ് നെയ്യുന്നോ, കോലക്കുഴൽ വിളിക്കേത്തോ. ചേച്ചി, എന്നെ കയറി പിടിച്ചു, എന്നെ കയറി പിടിച്ചടി. പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലല്ലേ? ചേച്ചി, തോക്കല്ല, അവിടെ പടിഞ്ഞാറേന്ന് കിട്ടിയ പ്ലാസ്റ്റിക്കിന്റെ കൂടെ കിടന്ന് കിട്ടിയ ചേച്ചി. നോക്കട്ടെ, ഒരുപാട് തോക്കുകൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. പ്ലാസ്റ്റിക്. ചേച്ചി, ഇതെന്റെ ചേച്ചിയുടെ മോനും എടുത്തോട്ടെ പ്ലീസ്. ആരും കാണാതെ കൊണ്ടുപോകണം കേട്ടോ. കാണാതെ കൊണ്ടുപോകാം, പക്ഷെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. എന്തോന്നു? ഞാൻ കണ്ടു ശൃംഗാരമൊക്കെ ഞാനിവിടെ നിന്ന് എനിക്ക് ഓഫാക്കാൻ അറിയത്തില്ല ചേച്ചി. എന്തോ സത്യം പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ കൂടെ കിട്ടിയതേ ചേച്ചി. ഞാനിതെന്തോ ചെയ്യും? പട്ടാളം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. ഇത് നോക്ക്, ഇത്രയും വെടിയുടെ ശബ്ദം കേട്ടിട്ടും അനങ്കാപ്പാറ പോലെ നിൽക്കുന്നുണ്ട്. ധൈര്യം സമ്മതിക്കണം കേട്ടോ.
അയ്യോ ഒന്നേടി വെടിവെച്ച് അയ്യോ ചേച്ചി വെടിയെങ്ങാനും മാറി കൊണ്ടോടി. ഇല്ല ചേച്ചി ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ദൈവം, ഇപ്പൊ പോലീസ് വരും, നാളെ പത്രത്തിൽ വാർത്ത വരും. പച്ചപ്പടയാളി ഒരുത്തി ഒരു അമേരിക്കക്കാരന് വെടിവെച്ച് വന്നെന്ന്. അയ്യോ എനിക്ക് രക്ഷപ്പെടില്ല ചേച്ചി, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. എങ്ങനെ രക്ഷപ്പെടും? എനിക്കൊരു ഐഡിയ ഉണ്ട്. ആ, പറ. ഒന്ന് പിടിച്ചേ. ഞാൻ രക്ഷപ്പെട്ടു ചേച്ചി. എങ്ങനെ? ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെടി? നാളെ രാവിലെ പത്രത്തിൽ വരുന്ന വാർത്ത എന്തായിരിക്കും അറിയോ? അമേരിക്കക്കാരാണ് ആ കാമുകനെ പച്ചപ്പടയാളിയിലെ ഒരു ലേഡി വെടിവെച്ച് കൊന്നെന്ന്. ഓടി അവിടുന്ന്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയും രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം. ഞാൻ പറയട്ടെ, നമുക്കേ കൊണ്ട് ആരും അറിയാതെ കുഴിച്ചങ്ങ് മൂടിയാലോ. കുഴിച്ചു കൂടാനോ? എന്നെയോ? പക്ഷെ എന്തെന്നറിയാവോ, ഇത് ഏതവാ ആരെങ്കിലും ഒന്ന് തോണ്ടി എടുത്തു കഴിഞ്ഞാൽ കാണത്തില്ലേ? കാണും. നമുക്ക് വേസ്റ്റിന്റെ കൂടെ ഇട്ട് കത്തിക്കാം. അതാ നല്ലത്. അതാ നല്ലത്. അതായിരിക്കും നല്ലത്. അയ്യോ എണീറ്റാ. മരിച്ചില്ലടി. നമ്മളെ രണ്ടുപേരും കൂടി ഈ തോക്ക് കത്തിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. തോക്ക് ചേച്ചി അയ്യോ ചത്ത്. ചേച്ചി അയ്യോ പോയെന്നാ തോന്നുന്നത്. ചേച്ചി പോയി. ചേച്ചി ഈ പട്ടാളക്കാരന്റെ പേരെന്തോന്നാ പറഞ്ഞേ? ശംഭു. ശംഭു അല്ലേ ഈ കിടക്കുന്നത്? പിന്നെ ശിക്കാരി ശംഭു. അംബികേ. നല്ല ഉഗ്ര സ്കിറ്റായിരുന്നു. ഒരു നല്ല കൈഡി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ യൂണിഫോം എവിടെയൊക്കെ കണ്ട് പരിചയമുള്ളൂ അല്ലേ? പാലക്കാടുള്ള ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരാണ് നിൽക്കുന്നത്. ചേച്ചിമാർക്കോട്ടൊരു നല്ല കൈഡി. ഓക്കെ മിയ. ഇപ്പൊ ഈ ഇരിക്കുന്നവർക്ക് എന്തായാലും നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്കുണ്ടാവുമല്ലോ ലൈഫിൽ കുറെ എക്സ്പീരിയൻസുകൾ. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരെ, ഓഡിയൻസിനെ തന്നെയാണ് ഇവിടെ കിട്ടിയത്. അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചിരിപ്പിക്കുന്ന പെർഫോമൻസ് തന്നെയായിരുന്നു നിങ്ങൾ. കഴിഞ്ഞ ദിവസത്തെ കേട് തീർത്തു എന്ന് വേണം പറയാൻ. കീടിലുമായിരുന്നു. പെട്ടെന്നൊരു ക്യാരക്ടർ അങ്ങ് പൊട്ടിമുളച്ചു. സ്കിറ്റ് വേറൊരു റേഞ്ചിലേക്ക് പോയി, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ ചെയ്ത ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എല്ലാം മാച്ചായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പച്ചപ്പടയാളികൾ. കൊള്ളാം. വെരി നൈസ്, വെരി നൈസ്. ചേട്ടാ എല്ലാം മറന്ന് ചിരിച്ച് കൈയടിച്ച ഹരിത കർമ്മസേനയ്ക്ക് നമ്മളൊരു നല്ല കൈയടി ആദ്യം കൊടുക്കണം. എല്ലാം മറന്ന് നന്നായി കളിച്ച പ്രിയപ്പെട്ട ഫലിത കർമ്മസേനയ്ക്ക് അടുത്ത കൈ. അതിനകത്ത് ഏറ്റവും അതിശയിപ്പിക്കുന്നത് നമ്മളെന്തറിയോ, ഇന്നലെ വേറൊരു സ്കിറ്റ് കണ്ടു. അതിനെക്കുറിച്ച് നമ്മളിവിടെ നിന്ന് അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായത്തിൽ ഒരു ഈഗോയും കോംപ്ലക്സും ഇല്ലാതെ ആ അഭിപ്രായം മുഖവിലക്കെടുത്ത് അടുത്ത പ്രാവശ്യം ആ സ്കിറ്റ് നിങ്ങൾ മനോഹരമായിട്ട് കളിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞങ്ങളിവിടെ ഇരുന്ന് അഭിപ്രായം പറയാൻ ജഡ്ജസാണ്. ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ 3 പേരും കഥാപാത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്ത പെർഫോമൻസ് ആയിരുന്നു. അത്രയ്ക്ക് പടക്കം എന്ന് പറയാം, പടക്കം പോലെ നിൽക്കുകയാണ്. സത്യം പറയാം, ഇത് കണ്ടവരെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഈ സ്കിറ്റ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരിക്കും ഈ സ്കിറ്റ് കേട്ടോ. താങ്ക് യു ചേട്ടാ. അസിർക്ക. മനു പ്രസാദ് അഭിജിത്ത് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഉറങ്ങിയിട്ടില്ല പിന്നെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് കൊടുത്താൽ കൊല്ലത്തും കിട്ടും, മെനക്കെട്ടാൽ നല്ല സബ്ജക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ തെളിവാണിത്. കാര്യം നിങ്ങൾ അന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ചിരിച്ചോണ്ടാണ് പറഞ്ഞത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ റെഡിയാക്കും, നന്നാക്കുമെന്ന്. ആ ഒരു ഒരു ചിന്ത, ആ ചിന്തയാണ് നിങ്ങളെ ഇതിലേക്ക് കൊണ്ട് എത്തിച്ചത്. ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കൗണ്ടറുകളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കൗണ്ടർ ഇല്ലെങ്കിൽ പോലും നല്ല ഫാസ്റ്റായിട്ട് ആ സംഭവം തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ ടെമ്പോയിൽ നിന്ന് കളിച്ചതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കൗണ്ടർ ഒത്തിരി ഒന്നും ചോദിച്ചാൽ ഒത്തിരി കൗണ്ടറൊന്നുമില്ല, പക്ഷേ നമുക്ക് ചിരിച്ചോട് തന്നെ ഇരുന്ന് കാണാൻ തോന്നും. അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ 3 പേരും അത് അവതരിപ്പിച്ചത്. എന്തായാലും എല്ലാം കൊണ്ടും നന്നായിരുന്നു. വെരി ഗുഡ്. ഇതേപോലെ തന്നെ ഇനിയും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെക്ക. അപ്പം ആ ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ? ആദ്യം ആരാണ് മാർക്ക് തരുന്നത്? ഞാൻ കൊടുക്കാം. ഓക്കെ നസീർക്ക. ഞാൻ ഒട്ടും കുറയുന്നില്ല, ഒരു 15,000 രൂപ കൊടുക്കും. ഓ അത് കലക്കി. 15,000 രൂപ. രണ്ടാമത് ആരാണ്? ഞാനൊരു 1000 കൂട്ടി 16. ഓ രണ്ടുപേരും കൂടെ 31 രൂപ തന്നിട്ടുണ്ട്. 31,000 രൂപ. അപ്പൊ ഇന്ന് കുറച്ച് കിട്ടും. അപ്പം കുറച്ചുണ്ട്. നല്ല രീതിയിൽ ആ ടോട്ടൽ എമൗണ്ട് അങ്ങോട്ട് അയച്ചേര്. ആ തോക്കെടുത്ത് 50,000 രൂപ. അടിപൊളി അടിപൊളി. ഒത്തിരി സന്തോഷം. ഇനി ഇതേപോലെ 50-ന്റെ 75-ന് 1 ലക്ഷത്തിന് സ്കിറ്റുമായിട്ട് വരിക, നമ്മളെ ചിരിപ്പിക്കുക. താങ്ക് യു ബ്രദർ.
ഇത് ഐറ്റം വേറെ. പണ്ട് വന്ന ഒരാൾ പുതിയ രണ്ടുപേരുമായിട്ട് ഇവിടെ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വരുന്നു. പണ്ട് വന്നു പോയത് ഒരാള് അദ്ദേഹം ഒരു ഉഗ്രൻ സാധനം തരാമെന്ന് പറഞ്ഞിട്ട് ആണ് പോയത്. അപ്പൊ ഈ വേദിയോട് അയാൾക്ക് ആഗ്രഹമുണ്ട്, പണ്ട് പോയ ആൾക്കല്ലേ. ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അയാൾ വരുന്നു പുതിയ 2 അംഗങ്ങളെയും കൂട്ടി. അതാരാണാവോ? വിളിക്കട്ടെ. വിളിക്കൂ. ശ്യാം, വിനിൽ ആൻഡ് സുധീഷ്. പരമശിവമല്ല, വാളയാർ പളനി. ഈ പടത്തിന്റെ പേരിൽ റൺമേന്നല്ല, ഓടുന്ന ബാധ. അതുകൊണ്ട് എന്റെ കാലഘട്ടത്തിലെ പാട്ടിടമ്പാനെ അങ്ങോട്ട്. ശാബാശ ശാബാ 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 ശാബാ. മിന്നാര പൊന്നല്ലേ, മിന്നാമിന്നി പെണ്ണല്ലേ, ആരോടും മിണ്ടാ ചുണ്ടിൽ തൊട്ടാവാടി പൂവല്ലേ. ശാബാശ ശാബാ 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 ശാബാ. അതിമനോഹരമായ കൊള്ളസങ്കേതം, നല്ല കൺസ്ട്രക്ഷൻ. എൻ്റെ ഭായിയോട് പറഞ്ഞ് ഇതുപോലൊരു കൊള്ളസങ്കേതം അവിടെയും പണിയിപ്പിക്കണം. പറഞ്ഞ് നാക്കത്ത് വായിക്കാത്തോട്ടിട്ടില്ല, കാലം ഈയിടയ്ക്കെങ്കിലും ചാവത്തില്ല. ഭായി വിളിക്കുന്നു. അയ്യോ ഭായി പറഞ്ഞാട്ടെ. ഹലോ മിസ്റ്റർ പരമശിവം, ഭായി നാളെ ഒരു കണ്ടിരുന്നേ വാളയാറിൽ നമ്മളെ സ്പിരിറ്റ് വരുന്നുണ്ട്. അത് നീ ബുദ്ധിപൂർവ്വം കിടത്തി നമ്മളെ ഗോഡൌണിൽ എത്തിക്കണം. ഭായിക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലേ ഭായി? ഭായി എൻ്റെ ഭായിയല്ലേ ഭായി? ഞാൻ ഭായിയുടെ ഭായിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. പറയൂ. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചൊരു കളി കളിച്ചാലോ? വെരി ഗുഡ് മൈ ബോയ്. അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇങ്ങോട്ടൊന്ന് പറഞ്ഞാട്ടെ. വണ്ടിയുടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഒരു കാര്യം ചെയ് ഭായി, ഇപ്പൊ പറഞ്ഞതൊക്കെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ആയിട്ടാ, വോയിസ് ആയിട്ട് അയക്കാൻ നിൽക്കണ്ട, ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഓക്കെ ഭായ്, ശരി ഭായ്, ഓക്കെ ബൈ ബൈ. 2 ഭായി കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പം മുകളിലോട്ട് അങ്ങ് ഭായി ആയാലേ. മൊബൈൽ വൈബ്രേഷൻ മോഡിലാണല്ലോ. മൊബൈൽ വൈബ്രേഷൻ മൂടായതല്ല, ഞാൻ മൂളിയത്. പേരുകേട്ട തറവാടി ഓപ്പിരിക്കുമാടി മണ്ണിലേ സത്യമേ സോമകന്യകേ. നമസ്കാരം, ഞാൻ വർക്കി. തന്റെ വർച്ചിലേട്ടാ തന്നു. ഞാനൊരു വർക്കുമില്ലാതെ ഇവിടെ തേരാഭാര നടക്കുന്നവനാണെന്ന്. അത്യാവശ്യം വർക്ക് എനിക്ക് കൊണ്ട്. അതല്ല, ഞാൻ ചിന്നാടൻ വർക്കി. മനസ്സിലായില്ലെങ്കിൽ ഈ സിനിമയിലെ ഒരു 5 ഡയലോഗും ഞാൻ പറഞ്ഞുതരാം. അടിച്ചരക്കേ. അടിച്ചരക്കെന്നല്ലോ, അടിസഖേ എന്നല്ലേ പറയുന്നത്. അത് ഈ ക്യാമറയും ബലാസംഗും എല്ലാം കണ്ട് കണ്ട് എന്റെ വായിൽ ഇപ്പൊ ആ വാക്കേ വരൂ, അടിച്ചരക്കേ. എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ച കാര്യം പറഞ്ഞാട്ടെ. നീ എന്നോട് സഹകരിച്ചാൽ ഞാൻ നിനക്ക് ആന വാങ്ങിത്തരും, ചേന വാങ്ങിത്തരും. മറിച്ചാണെങ്കിൽ ഈ പറഞ്ഞത് എങ്ങോട്ടാണ് വണ്ടി തള്ളിക്കൊണ്ട് വന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതല്ല, നീ എന്നോടൊപ്പം നിന്നാൽ ഈ സംസ്ഥാനം മുഴുവൻ നമുക്ക് അടക്കി ഭരിക്കാം. ഇത്രയും അണ്ടർവേൾഡ് കിങ്ങായ ഞാൻ തന്നോടൊപ്പം വന്ന് സംസ്ഥാനത്ത് അടയ്ക്കാ പറയ്ക്കാൻ നിന്നാൽ ജനം എന്നെ പുച്ഛിച്ച് തള്ളത്തില്ലേ? മാത്രമല്ല പഴനിയെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആര് പറഞ്ഞു പഴനി അറിയില്ലെന്ന്? സീസൺ വന്നു കഴിഞ്ഞാൽ 5-6 ടൂറിസ്റ്റ് ബസ്സുകളല്ലേ പഴനിയിൽ കിടന്ന് ഓടുന്നത്. പഴനി ടു എറണാകുളം, എറണാകുളം ടു പഴനി, പഴനി ടു എറണാകുളം, എറണാകുളം ടു പഴനി. കളിച്ച് കളിച്ച് കണ്ടന്റും മാറ്റി ഫ്ലോറും വിട്ട് പോവുകയാണല്ലോ. എടാ തന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞാട്ടെ. നീ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. നീ എന്റെ കൂടെ നിന്നാൽ നിന്റെ ഭായി ഇപ്പൊ തരുന്നേക്കാൾ കൂടുതൽ തുക ഞാൻ നിനക്ക് തരും. സാധ്യമല്ല, എന്റെ ഭായിയെ ചതിക്കാൻ ഞാൻ തയ്യാറല്ല. ഭായി എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്. എന്നാലും എത്ര രൂപ തരും? നീ പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതൽ. എന്നാലും എത്ര? 50 രൂപ. ദൈവമേ, ഇത്രയും പണം ഒരുമിച്ചെന്റെ കൈ കിട്ടിയാൽ ഞാൻ പറഞ്ഞ് താൻ തോന്നിയായി പോവുമല്ലോ. ചുമ്മാതല്ല പണം മനുഷ്യനെ നശിപ്പിക്കുമെന്ന് പറയുന്നത്. എന്നാലും ഭായിയെ ചതിക്കുകയെന്ന് വെച്ചാ. ഹലോ ഭായ്, ഇവിടെ എനിക്ക് വേറൊരു ഭായിയെ കിട്ടി. അതുകൊണ്ട് തൽക്കാലം ഭായിക്ക് ബായ്. ഭായിയുടെ നമ്പർ ഡിലീറ്റഡ്. ഇനി മുതൽ
നിങ്ങളാണ് എൻ്റെ ഭായി. പറ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടേ? നീ ചിന്നാടന്റെ കാലാപാനി കടത്തണം. മണ്ടത്തരം പറയാതെ. ചിന്നാടിന്റെ അല്ല, മോഹൻലാലിന്റെ അല്ലേ കാലാപാനി? അതല്ല ചിന്നാടനായി എന്റെ കാലാപാനിയുമായി വരുന്ന കണ്ടെയ്നറുകൾ നീ ചെക്ക് പോസ്റ്റ് വഴി കടത്തി തരണം. സോ സിമ്പിൾ. അതിനൊരു വഴിയുണ്ട്. വഴിയെന്ന് പറഞ്ഞാൽ ചിന്നാടിന്റെ കാലാപാനി അവിടെ പോയിട്ട് നമ്മള് ചിന്നാടിന്റെ കാലാപാനി നമ്മളവിടെ കടത്താം. ഐഡിയ പറഞ്ഞു തരാൻ കിടന്നുറങ്ങുന്നു. ഐഡിയ ആലോചിച്ചല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഐസ് കട്ടയ്ക്കകത്ത് സ്പിരിറ്റ് കയറ്റി ഒരു കളി കളിച്ചാലോ? സ്പിരിറ്റ് ഐസിൽ വെച്ച് അത് കട്ട പിടിക്കില്ലേ? പിന്നെ 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് സിപ്പായി കൊടുക്കാനേ പറ്റൂ. എന്റെ ബിസിനസ് നീ തോലിക്കാനാണോ? ആരോട് പറയടോ? വെള്ളം ഐസാകണമെങ്കിൽ -0 ഡിഗ്രി മതി. പക്ഷെ സ്പിരിറ്റ് ഐസാകണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഉപയോഗം. മിമിക്രി പഠിച്ചാൽ അങ്ങനെ പറ്റൂ. എന്ന് ഞാൻ ആദ്യം മിമിക്രി പഠിച്ചിട്ട് വരാം. 50 രൂപയ്ക്ക് എഗ്രിമെന്റും ആയിപ്പോയി. ബൈയുടെ നമ്പരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടങ്ങ് പോവായിരുന്നു. ഇതൊക്കെ ആരുടെ ഇതൊക്കെ? അവിടെ നിന്ന് വാതിൽ മണി അടിച്ചു കൂട്ടാതെ ഇങ്ങോട്ട് കടന്നു വരൂ. ഈ കൊള്ള സങ്കേതത്തിൽ വന്ന് ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ നിനക്ക് ആര് ധൈര്യം തന്നു? അയ്യോ, ഞാൻ കളിയാക്കി ചിരിച്ചതല്ല. ഈ കൊള്ള സങ്കേതത്തിന്റെ ഭംഗി കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയതാണ്. ആരാണ് നീ? ഞാൻ അലക്സാണ്ടർ. അത് എന്റെ കയ്യിലുണ്ട്. എക്സെൻഡർ. നല്ല കുളിരുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് സെൻഡ് ചെയ്യൂ. അതല്ല, ഞാൻ അലക്സാണ്ടർ. അലക്സാണ്ടർ. അടിച്ചരക്കേ. അനാവശ്യം പറഞ്ഞാൽ അടിച്ചതിന്റെ മുഖം ഞാൻ പൊളിക്കും. അനാവശ്യം പറഞ്ഞതല്ല, പിന്നെ ഇത് എന്റെ പഞ്ച് ഡയലോഗാണ്. അടിച്ചരക്കേ. അങ്ങനെയാണെങ്കിൽ എനിക്കുമുണ്ടടാ ഒരു പഞ്ച് ഡയലോഗ്. എന്താണത്? അമ്പടി ജിഞ്ചിന്നാക്കിടി. ഇവരെ രണ്ടുപേരെ ഈ പഞ്ച് ഡയലോഗിന്റെ ഇടയ്ക്ക് എന്റെ അമ്മേ എന്ന ഡയലോഗ് മുങ്ങിപ്പോവല്ലോ ഈശ്വര. അപ്പൊ നീ എന്തിനിവിടെ വന്നു? പളനി വേണം. അത് എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? തമിഴ്നാട് സർക്കാർ അനുവദിക്കുമെങ്കിൽ പഴനിയല്ല മധുര വേണമെങ്കിലും കൊണ്ടുപോകൂ. അതല്ല, ഈ നിൽക്കുന്ന പളനിയെ എനിക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാളെ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ അങ്ങ് ബാംബെയിലായി. അവിടെ എന്തായിരുന്നു താങ്കളുടെ ജോലി? ബാംബെയിൽ ചെറിയൊരു കള്ളസങ്കേതം നടത്തുകയായിരുന്നു. ലാഭമില്ലാത്തോണ്ട് ഞാൻ ദാവീദിനത് മറിച്ചു. ഇപ്പൊ ഞാൻ എറണാകുളത്ത് പുതിയൊരു കൊള്ളസങ്കേതം തുടങ്ങി. അടുത്ത മേടമാസം 1-ാം തീയതി അതിന്റെ പാല് കാച്ചാണ്. പളനിയെ ഞാൻ ക്ഷണിക്കാനാണ് വന്നത്. അലക്സാണ്ടർ, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത്? നീ എന്റെ പേര് വിളിച്ചപ്പോൾ അതിന്റെ കമ്പനം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയതാ. നീ വന്നതിന്റെ ഉദ്ദേശം? എനിക്ക് ഈ പളനിയെ വേണം. പളനി ഞാൻ വിട്ടുതരില്ല. ഞാൻ പളനിയെ കൊണ്ടേ പോകും. പളനി കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. ലോകനാർക്കാവിൽ അമ്മയാണ്, ആയിരിക്കുന്ന ത്രിമൂർത്തികളാണ്, മൂലക്കിരിക്കുന്ന മൂല ഭഗവാനാണ്. എന്റെ കൊക്കിന് ജീവനുണ്ടേ ഞാൻ പളനിയെ കൊണ്ടുപോയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ കൊക്കിനെ ഞാൻ തല്ലിക്കൊല്ലും. അങ്ങനെയാണെങ്കിൽ നിന്റെ കവാടത്തിന് ഫ്രണ്ടിലിരിക്കുന്ന ലവ് ബേഴ്സിനെ ഞാനും കൊല്ലുമണം. തോടിക്ക് 10 രൂപ വാങ്ങിയ എന്റെ ലവ് ബേഴ്സിനെ കൊല്ലുമെന്നോ? എടാ, നിർത്താനല്ലേ പറഞ്ഞത്? നീയൊക്കെ ഇനി ഇവിടെ കണ്ട് തമ്മിൽ തല്ലിയാൽ നിനക്ക് നിന്റെ കൊക്കിനെയും കിട്ടില്ല, നിനക്ക് നിന്റെ ലവ് ബേഴ്സിനെയും കിട്ടില്ല. എനിക്കൊരു ചുക്കുമില്ല. ആരാണ് നീ? ഇല്ലാത്ത കഥാപാത്രത്തെ കയറ്റി സ്കിറ്റ് വലിക്കുന്നു. അമ്മേ, നിങ്ങൾ രണ്ടുപേർക്കും ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ കിടന്ന സമയത്തല്ലാതെ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് നിന്നൂടെ? എന്ത് പറയുന്നു? വെരി ഗുഡ് ഐഡിയ. നല്ല ഐഡിയ ആണ്. എങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാം. അതെ അതെ. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ സ്പിരിറ്റുകൾ എങ്ങനെ ബൂട്ടുചെട്ടിയിൽ എത്തിക്കും? ആശാനെ, ഈ പോലീസും CID നമുക്ക് വലവരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞാലോ? പറയേ. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നമ്മൾ സ്പിരിറ്റിനെ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നില്ല. സ്പ്രൈറ്റ് എന്നാണോ പറയാ? അതല്ല, ആദ്യം പറയുന്നത് ഇങ്ങോട്ട് കേക്ക്. സ്പിരിറ്റിനെ നമുക്ക് 3 പേർക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ പേരിട്ട് വിളിക്കുന്നു. എങ്ങനെയുണ്ട്?
അങ്ങനെയാണെങ്കിൽ എന്താണ്? എന്റെ വൈഡൂര്യത്തെ ഞാൻ കുഞ്ഞമ്മ എന്ന് പേരിടാം. അങ്ങനെയാണെങ്കിൽ മുതലാളിയുടെ സ്പിരിറ്റിനെ ഞാൻ അച്ഛൻ എന്ന് പേരിടുന്നു. അതാകുമ്പോ പോലീസ് കൈ കാണിച്ച് ചോദിച്ചാ വണ്ടിയിൽ എന്താണെന്ന് പറഞ്ഞ അച്ഛൻ എന്ന് പറഞ്ഞ അവരങ്ങ് കടത്തി വിട്ടോളും. അങ്ങനെയുണ്ട് എന്റെ ഐഡിയ. സൂപ്പർ ഐഡിയ. അച്ഛനും കുഞ്ഞമ്മയാകുമ്പോൾ ആ വീട്ടുകാർ പോലും കൈ കാണിക്കില്ല, പറഞ്ഞു വിട്ടോളും. അങ്ങനെയാണെങ്കിൽ ചിന്നാടൻ ഭായി, നിങ്ങൾക്ക് എത്ര ലോഡ് അച്ഛന്മാരുണ്ട്? അതല്ലെന്ന് ഇപ്പോഴല്ലേ നമ്മുടെ സ്പിരിറ്റിന് അച്ഛൻ എന്ന് പേരിട്ടത്. ഞാനത് മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. ചിന്നാടൻ ഭായിയുടെ അച്ഛനെയും അലക്സാണ്ടറിന്റെ കുഞ്ഞമ്മയും ബോട്ടുചട്ടിയിൽ എത്തിക്കുന്ന കാര്യം ഈ പളനി ഏറ്റു. അതാണ് ഈ വാളയാർ പളനി. ഇത് നമുക്കൊന്ന് അടിച്ച് ആഘോഷിക്കാം. അതെ, അതെ. തുടങ്ങട്ടെ മധുരാശിയും ആട്ടും പാട്ടും എല്ലാം. മ്യൂസിക്. നല്ല മൂടായിട്ട് വരുമായിരുന്നു. എന്ത് പറ്റി ഭായി? ചതിച്ചു. എന്ത് പറ്റി? നമ്മൾ രഹസ്യമായി കടത്തിയ അച്ഛനും കുഞ്ഞമ്മയെയും ജെട്ടിയിലിട്ട് പോലീസ് പിടിച്ചു. പശുമാരി തന്നെ പണിയെത്തിയല്ലോ ഭായി. നമുക്ക് 3 പേർക്ക് അറിയുന്ന ഈ രഹസ്യം എങ്ങനെ പരസ്യമായി? അറിയത്തില്ല. ഓഹോ, ഗൗളി. ആ ഗൗളിയും ജൗളിയും ഒന്നുമല്ലടാ, ഞാൻ തന്നെയാടാ. അലക്സാണ്ടർ. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നേരം വെളിയിൽ ഡാൻസ് കളിച്ച സുന്ദരിയായ പെങ്കൊച്ച് അത് ഞാൻ തന്നെടാ. അപ്പൊ അലക്സാണ്ടർ അത് ഞാൻ തന്നെ. CID നസീർ. ഞങ്ങൾക്ക് CIDകൾക്ക് ആ മാനായും ആ മയിലായും മാറാൻ പറ്റും. പെറ്റ തള്ള കണ്ടാ പോലും തിരിച്ചറിയാത്ത രൂപമാറ്റം. അതാണ് അസംഭവ്യം. എന്റെ കയ്യിലിരിക്കുന്നത് വാഴപ്പിണ്ടിയല്ല, തൂക്കാണ്. ഇതിൽ 3 ഉണ്ടയുണ്ട്. ഉരുണ്ട നിനക്കും, ഉരുണ്ട നിനക്കും. അപ്പൊ ഒരുണ്ട ആർക്കാണ്? അത് എനിക്ക് കാശ് കൊടുത്ത് മേടിച്ച് എന്തെങ്കിലും ഒരെണ്ണം എനിക്ക് വേണ്ടേ? ഇനി നിന്നോട് സംസാരിക്കുന്നത് എന്റെ ഈ തോക്കായിരിക്കും. അമ്പടി ജിജിനാക്കടി, ഞാൻ ഇതുവരെ സംസാരിക്കുന്ന തോക്ക് കണ്ടിട്ടില്ല. Hands up! Hands up! അയ്യോ, ആ പോലീസ്. ഇതിൽ നീ പറഞ്ഞ കണക്ക് ആ 3 ഉണ്ട്. ഒരെണ്ണം നിനക്ക്, അലക്സാണ്ടർ. ഒരെണ്ണം നിനക്ക്. ആ കാര്യങ്ങളൊക്കെ ഇത്രയ സ്ഥിതിക്ക് ഇനി അടുത്ത ജഡ്ജ്മെന്റ് ആണ്. ഒറ്റയ്ക്ക് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഗുഡ് ബൈ. സഞ്ചരിക്കുന്ന പാത അടിപൊളിയായിരുന്നു. നല്ല നല്ല കൈഡി. മിയ, എന്താ പറയണ്ടേ, സൂപ്പറായിരുന്നു. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു ബുദ്ധിപരമായി ചെയ്തത്, ഈ സിനിമയിലെ കഥാപാത്രത്തെ മറ്റേ സിനിമയിലെ ക്യാരക്ടറായിട്ട് വന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ അത് നിങ്ങൾ വോളിൽ കാണിച്ച ആ ഒരു കൺഫ്യൂഷൻ മാറ്റിയത് എല്ലാവർക്കും ഈസിലി അത് പെട്ടെന്ന് തലയിലോട്ട് കയറി. അതൊരു വളരെ നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അതെന്താണ് ആ പാത എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് അങ്ങനെ വെച്ചത്? വേറെ ഒന്നും കൊണ്ടല്ല, ഫോണിൽ അവർ വിളിച്ചു വെച്ചിട്ട് എന്തെഴുതണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു പാത എഴുതാൻ പറഞ്ഞു. പാത അവിടെ ഓ, സത്യമാഷിന്റെ ആ ഒരു ഇതിൽ കയറി പോയതാണ്. അപ്പോ നിങ്ങൾ 3 പേരും കിടിലമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ചെയ്തു. നിങ്ങൾ ചെയ്ത ഫൈറ്റ്, അയ്യോ, നമ്മൾ ആ സിനിമയില്, പഴയ സിനിമയിൽ കാണുന്ന പോലെ തന്നെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊരു 3 കറക്കം, ഇങ്ങോട്ടൊരു 3 കറക്കം, പിന്നെ കാല് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? മായല്ലേ മറയല്ലേ, പെട്ടെന്ന് 2 ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ആ ഒരു വേഷം മാറി വന്ന ഇവര് അറിഞ്ഞിട്ടുമില്ല. അതെ, അറിഞ്ഞിട്ടുമില്ല. മുഖത്തിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കണ്ണിറുക്കിയൊക്കെ കാണിക്കും. ഒരു സിനിമ മുഴുവനുമാണ് നിങ്ങൾ ഈ ഒരു കുറച്ച് മിനിറ്റ്സിനുള്ളിൽ കാണിച്ചു തന്നു. ഇത് ഒറ്റയ്ക്ക് ഇതിന്റെ റിസൾട്ട് കേൾക്കാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് സ്വയം വെടിവെച്ച് വരെ ചത്തു. ഇതിൽ കൂടുതൽ ഇനി ഒന്നും ചെയ്യാനില്ല. സൂപ്പർ ആയിട്ടുണ്ട്, കിടിലം. താങ്ക് യു മിയ.
അലക്സാണ്ടർ. അതൊരു അത് ഒരു പുതിയതായിരുന്നു കേട്ടോ. രക്ഷയുമില്ലായിരുന്നു കേട്ടോ. എന്താ അറിയോ, നമ്മളെ ചില സാധനം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കും, അതൊന്നുകൂടെ കാണണം. ആ ടൈമിൽ തന്നെ വീണ്ടും അലക്സാണ്ടർ, അത് കഴിഞ്ഞ് ഇനി ഉണ്ടാവും നോക്കുമ്പോഴാണ് വീണ്ടും തോക്ക് വീണ്ടും അലക്സാണ്ടർ. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, ആ ഒരു മൂടെന്ന് പറയുന്നത്. പിന്നെ ആദ്യം നിങ്ങൾക്ക് കൈഡി കണ്ട് ഈ പാട്ട് ആ കാലഘട്ടത്തിലേക്ക് ഷബ്ബ ഷബ്ബ എന്നുള്ള പാട്ട് അതാരാണ് അതിന്റെ ഐഡിയ ആരാണ്? മൂന്നുപേരും കൂടെ ചെയ്ത ഐഡിയ. ഒരു ഉഗ്രം ഐഡിയ ആണ് കേട്ടോ, ഗംഭീര ഐഡിയ. പിന്നെ ഡാൻസ് ചെയ്തപ്പോൾ മറ്റേ എക്സ്പ്രഷനൊക്കെ കൊള്ളാം, മറ്റേ ക്യാമറ ഡാൻസുകാരിയൊക്കെ വന്നിട്ട് സാറിന് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന എല്ലാ ഘടകങ്ങളും കൊണ്ടുവന്ന ഒരു മനോഹരമായി സ്കിറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഗംഭീരമായിരുന്നു. ശ്യാം, വിനിൽ, സുധീഷ്, അടിപൊളി. അല്ല, നമ്മുടെ ഈ വേദിയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു പഴയകാല സിനിമ എടുത്തിട്ട് കാണിക്കുന്നത്. ഭയങ്കര കളർഫുൾ ആയിരുന്നു കേട്ടോ. നല്ലൊരു കൊള്ള സംഗീതവും നല്ല ബാക്ക്ഗ്രൗണ്ടും നല്ല 3 ക്യാരക്ടർ. ഈ ക്യാരക്ടർ ഫിഗറുമായിട്ട് അവരുടെ ഫിഗറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുടെ ശബ്ദമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ 3 പേര് അവരായിട്ട് ഞങ്ങളിലേക്ക് എത്തിച്ചു. ആ 3 ക്യാരക്ടറായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇനി ചിരിക്കാനുള്ള സംഭവങ്ങൾ വേണം. ഇതിൽ നമുക്കൊരു പരിധിയുണ്ട് ചിരിപ്പിക്കുന്നതിന്. കുറച്ചൊക്കെ ആക്ഷനിലും ഇങ്ങനെയുള്ളതിലൊക്കെ ഈ ഡാൻസിലൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. അത് മാത്രം പോരാ, കൗണ്ടറുകളിലൂടെ നമ്മൾ ചിരിപ്പിക്കാനൂടെ ശ്രമിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം അതിനു വേണ്ടി ശ്രമിക്കുക. ഗംഭീരമായൊരു സ്കിറ്റുമായിട്ട് വരിക, അടിച്ചു പൊളിക്കുക. താങ്ക് യു നസീർക്ക. കൈയോടെ മാർക്ക് ഇങ്ങ് വാങ്ങിക്കാം. ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? ഞാൻ കൊടുത്തേക്കാം. ഓക്കെ നസീർക്ക, എത്ര? ഞാനൊരു 12 മാർക്ക്. 12,000 രൂപ. രണ്ടാമത് മിയ? ഞാനൊരു 12. 24,000 രൂപ ആയിട്ടുണ്ട്. പ്രതിനേട്ടാ, മാർക്ക് തന്നിട്ട് ഒറ്റയ്ക്ക് ഞാൻ തെറിവിളി കേൾക്കില്ല. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഓക്കെ, അപ്പം ഇതുപോലുള്ള വേറെ തന്നെ ഐറ്റങ്ങളുമായിട്ട് ഈ 3 ഐറ്റങ്ങളും ഇത് ഐറ്റം വരുടെ ഈ ഫ്ലോറിൽ വരണം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഷെജീറും സുമീം ബാസിനും വന്നിപ്പോണ്ട്. അടുത്ത സ്കിറ്റ് റെഡിയാണ്, വിളിക്കട്ടെ? അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നമ്മുടെ ആ സൂപ്പർ മാർക്കറ്റിലെ സ്ക്രാച്ചാവിന്റെ വിജയോട് വന്നേക്കാൻ പറഞ്ഞേക്കും. കാരണം നമ്മുടെ സിനിമാ താരം ഗിൽറ്ററാണി മേഡം റെഡി ആയിട്ട് നിൽക്കുവാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം 3 മണി തൊട്ട് 4 മണി വരെയാണ് മേഡത്തിനോട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം പറഞ്ഞേക്കുന്നത്. അല്ലല്ല, അതേ കൊള്ളില്ല. അപ്പൊ ആളോട് പെട്ടെന്ന് അങ്ങ് വരാൻ പറയുവാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ 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 വിഷയില്ലേ? ആരാ? ഞാനാ. എന്താ? തുറക്ക്. എന്തിന്? കഥക്. കഥകല്ല. ഇവിടെ വരാനാ പറഞ്ഞത്. ആരാ നിങ്ങളെ വിളിച്ചത്? സൂപ്പർ മാർക്കറ്റിലെ സൂപ്പർ മാർക്കറ്റിലെ സത്യം പറ. ഇവിടുത്തെ വായ എനിക്ക് പൊത്താൻ പറ്റത്തില്ല, എന്റെ സ്വന്തം വായ എനിക്ക് അങ്ങ് പൊത്താലോ. ആരാ എന്തിനാ വിളിച്ചത്? ആ സൂപ്പർ മാർക്കറ്റിലെ സ്ക്രാച്ചാമിലെ വിജയ് വരാൻ പറഞ്ഞില്ലായിരുന്നു, പുള്ളിക്കാരനൊന്ന് വിളിച്ചതാ. അപ്പൊ ഇന്നെ വിജയാണോ കാണാൻ വരുന്നത്? കൊക്കരക്കോ കൊക്കരക്കോ ഇരുണ്ട് ഇരുട്ടെല്ലാം അല്ല വിജയാണല്ലോ കാണാൻ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു സിനിമാ നടൻ വിജയ് കാണാൻ വരുമെന്നല്ല പറഞ്ഞേ. പിന്നെ ആ സൂപ്പർ മാർക്കറ്റിലെ സോപ്പൊടി മേടിച്ച് സ്ക്രാച്ചാവൻ വിജയ് കാണാൻ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ സ്ക്രാച്ചാൻ ഓഫർ. വല്ലാണ്ട് വിശക്കുന്നുണ്ടല്ലേ? എന്തേ കച്ചകച്ചാന്ന് നാക്കിട്ടടിക്കുന്നു? അയ്യോ, നാക്ക് കരവിതാന്ന് അടിച്ചല്ല, സ്ക്രാച്ചാൻ ഓഫറിന് സ്പീഡ് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയതാ. അപ്പൊ എന്റെ ഫാനാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പൊ ഞാൻ കുറെ മുൻകരുതലുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. അല്ല എന്ത് ഇങ്ങനെയൊക്കെ പറയണേ? ഇപ്പഴേ ഇങ്ങനെ ജാട പിടിച്ചാലേ പുള്ളി വരുമ്പോൾ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുള്ളൂ. ഒന്നും തോന്നരുത്, ഞാൻ മലയാളത്തിൽ കുറച്ച് അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് മലയാളം കുറച്ച് മാത്രമേ പറയാൻ പറ്റൂ. കുറച്ച് നീ എങ്ങോട്ടാടി കയറി പോണേ? എടി പൊടിന്ന് ഇപ്പൊ നിർത്തിക്കോണം. ഭാര്യ ഭർത്താവൊക്കെ ഓക്കെ, പക്ഷെ ഗസ്റ്റ് വരുമ്പോ നിങ്ങൾ എന്നെ എന്തുവാ വിളിക്കേണ്ടത്? മാഡം. ആ സ്വീറ്റ് ഒരു അത് മിയ. മിയ, നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഇത്രയും ക്യാമറയും ഒരുപാട് പ്രേക്ഷകരും HD മികവോടെ ബാക്കിയുള്ള പ്രേക്ഷകരും കണ്ടോണ്ടിരിക്കുമ്പോ കള്ളം പറയരുത്. ഇപ്പൊ നമ്മൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്? പറയൂ. അതെ 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 അതെ, ഇങ്ങോട്ട് ഒരു ഹായ് പറയൂ. ഹായ്. ബൈ. ഒടുക്കത്തെ ചാടാം, ഇനി മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര ഒരു ഫാനാണ്. പിടിച്ചിരിക്കണോ? എന്നെ പിടിക്കാനല്ല പറഞ്ഞത്, ഈ തലയിലിരിക്കുന്ന ചക്ക ഒന്ന് പിടിക്കാൻ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ തലയിലാണോ ചക്ക പിടിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പ്ലാവിലെ ചക്ക പിടിക്കുന്നത്. കിണിച്ച് കഴിഞ്ഞെങ്കിൽ ഒന്നൊന്ന് പിടിക്കാവോ? വേഗം പിടിക്ക്, വേഗം പിടിക്ക്. ഇറക്കി വെക്ക.
ഓഫറിന് വന്നതാ. ചക്കയാ? ചക്കയല്ല, മേഡത്തിന് കൂടെ ഒരാൾ സ്പെൻഡ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞില്ലേ, അത് ഞാനാ. അപ്പൊ ഇവനാണ് മറ്റേ ഒരച്ച് കിട്ടിയവൻ. അതൊക്കെ പോട്ട്, എന്തിനാണ് ഈ ചക്ക ഇവിടെ കൊണ്ടുവന്നത്? മേഡത്തിന് തിന്നാൻ. ഈ മുഴുത്ത ചക്ക കൊടുക്കാൻ വേണ്ടി. അത് ഞങ്ങളുടെ മേടമാണ്, അല്ലാതെ മാടല്ല. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ല? ഇല്ല. ഞാൻ മസ്കറ്റ് മുരളി. ബാത്റൂം ഇല്ലായിരുന്നാ? എന്തിന്? ബാസ്കറ്റ് മുള്ളി എന്ന് പറഞ്ഞു. അയ്യോ അതല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പേരാണ് പറഞ്ഞത് മസ്കറ്റ് മുരളി. ആണാ? മേഡത്തിന്റെ എല്ലാം എല്ലാം എല്ലാമാണ്. എല്ലാം 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 എല്ലാം. ഏയ്. എന്താ നിന്റെ ഇങ്ങനൊരു സാധനം? അത് കേട്ടോ ഞാൻ എന്തോ പോലെ ഇപ്പൊ അങ്ങനെ എന്തോ പോലെ ആകരുത്. ഈ ചക്ക നീ ഇപ്പൊ കൊണ്ടുപോകണം. ഞങ്ങളുടെ മേഡം വന്നു കഴിഞ്ഞാൽ ഈ ചക്ക എന്നല്ല, അതിന്റെ സ്മെല്ല് പോലെ എന്റെ മേഡത്തിന് ഇഷ്ടമല്ല. അയ്യോ, ചക്കയുടെ മനുഷ്യമുള്ളത് മലയാളികളുണ്ടോ? അങ്ങനെ മലയാളിയൊക്കെ ഉണ്ട്. കൊള്ളാലോ. ഈ മേഡം വന്ന് ചക്ക ചക്ക എന്താ ഇവിടെ ഒരു സ്മെല്ല്? ഗിൽറ്റ് റാണി. ഹായ് ചക്ക മുരു കണ്ടില്ലേ? പൊളിച്ചു നോക്കിയല്ലേ കാണാൻ പറ്റൂ. എന്തുവാ ഒരു പോടുന്നു? പഴുത്ത ചക്കയാണോ? പഴുത്ത ചക്കേ? അയ്യോ സോറി കേട്ടോ, വായിൽ കൊതി മുത്തിപ്പോയി ഞാൻ വായിക്കുന്നത് സ്ലിപ്പ് ആയതാ. പഴുത്ത ചക്കയാണോ? ഒരു മിനിറ്റ്, ഇതെന്താ ഇങ്ങനെ? ആക്രാന്തല്ല, ഇനിയിപ്പോ എന്ത് പറയാൻ പറ്റും? മേഡം മനസ്സിലായോ? പിന്നെ ഒറ്റ ഞെക്കിന് മനസ്സിലായി. നല്ല കൂടെ ചക്ക വായിലിട്ട ബ്ലിംന്ന് തിന്നാ. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് മാറിക്കേ. ഞാൻ രാവിലെ പറഞ്ഞില്ലേ സ്ക്രാച്ച് ആമീൻ ഉടച്ച ഒരാൾ വരുമെന്ന്. ആ ഉറച്ചവനാണ് അവൻ. അതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ സംസാരിക്കണം. അവള് പറഞ്ഞു ശരിയാ, കൂടിച്ചക്കേ. എന്നും നിനക്കായി. എന്തുവാണ് നീ ഇപ്പൊ മേഡത്തിനെ കാണിച്ചേ? അല്ല, ഈ ഓഫർ ഇടുമ്പോഴേ കൂടെ ഡാൻസുകാർ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഓഫർ നമ്മൾ കൊടുത്തായിരുന്നോ? ഞാൻ കൈ കൊടുക്കാൻ പോയതാണ്. കൈ കൊടു. ഹലോ, എന്റെ കൈ കയറി മാന്തി. നീ എന്താണ് മേഡത്തിന്റെ കൈ കയറി മാന്തിയത്? ഞാൻ മാന്തിയതല്ല, ചുരണ്ടിയതാണ്. എന്തിന്? അല്ല, ഒന്ന് ചുരണ്ടിയപ്പോഴല്ലോ മേഡത്തിന് കാണാൻ ഓഫർ ഇട്ടത്. ഇനി വീണ്ടും ചുരണ്ടി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഓഫർ കിട്ടിയാലോ? ഓഫർ വേണല്ലേ? ഒരടി കൊണ്ടിപ്പോ ചെവി കൊണ്ട് മാടത്തെ സംസാരിക്കുന്നു. മാടത്തെ സംസാരിച്ചില്ല, മേഡം സംസാരിച്ച ബാക്കി കേട്ടോ. എക്സ്ക്യൂസ് മീ, ഹൗ ഡു ഡു? ഐ ആം ഓക്കേ, ഹാപ്പി ടു സീ യു. ഹൗ ആർ യു മാഡം? യോ 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 ഞാൻ എന്താണൊക്കെ പറയുന്നത്? അതാണ് ശരിക്കുള്ള ഇംഗ്ലീഷ്. ഞാൻ എന്ത് ചെയ്യും? ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് വിട്ടിട്ട് നിന്റെ ശരിക്കുള്ള കോണം അവിടെ കാണിച്ചു. അണ്ണാ, അണ്ണൻ ആരാണത്? ഞാനാ വിളിച്ചത്. അണ്ണന്റെ പേരെന്താണ്? ശശി. വീട് എവിടാണ്? താനൂര്. കണ്ടോ, ഞാൻ ലോക്കൽ പറഞ്ഞപ്പോ അയാൾ എന്നെ കാട്ടി ലോക്കലായിട്ട് സംസാരിക്കുന്നു. എന്താ പറഞ്ഞെന്ന് കൂടെ പറ. നിനക്ക് എന്ത് ധൈര്യമുണ്ടോ എന്റെ മേഡത്തോട് അങ്ങനെ പറയാൻ? നീ ആരാണെങ്കിൽ അത് എന്നോട് പറയണ. താനൂര്. ഒരു മിനിറ്റ്, നീ പേടിക്കേണ്ട കാര്യമില്ല, നീ സേഫാ. അതെന്താ? എന്നോട് ഊരാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, പാശ്ചാത്യ സംസ്കാരം ഇന്ത്യയിൽ. ഞാൻ ഇപ്പൊ കേസ് കൊടുക്കും. താൻ വീട്ടിൽ കയറി വന്നിട്ട് വൃത്തിയാണ് പറഞ്ഞുതരാം. അത് കൊള്ളാം. മലപ്പുറത്തിനടുത്തുള്ള താനൂർ എന്ന് പറഞ്ഞ ഇത്രയും വലിയ വൃത്തികളാണോ? അയ്യോ, നമ്മൾ വേറെ എന്തൊക്കെ ചിന്തിച്ചു. നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ല. മിസ്റ്റർ ശശി, യെസ്, ടെൽ മീ. വായിന്ന് അറിയാതെ അങ്ങ് വന്നു പോയതാ ജാടെ പറഞ്ഞപ്പം. താങ്കൾ എന്നെ കാണാൻ വേണ്ടിട്ടാണോ സോപ്പ് പൊടി വരച്ചത്? അല്ല, അലക്കാൻ വേണ്ടി മേടിച്ചതാ. എന്നെയോ? അതല്ല, തുണി അലക്കാൻ വേണ്ടി മേടിച്ചാണ്. അപ്പോഴാണ് കൂപ്പൺ കിട്ടിയത്. അപ്പൊ തന്നെ കലയിലിട്ട് ഉരച്ചു. മേഡത്തിനെ കണ്ടു, ഞാൻ ഹാപ്പിയായി. പക്ഷെ കൂടെ വരുമ്പോ വൈഫ് ഉണ്ടാവും പറഞ്ഞല്ലോ. അതെ, ഫാമിലി ഉണ്ട്. അങ്ങനെ ഒരു ഓഫർ കൊണ്ട് നമ്മൾ കൊടുത്തത്. അല്ല, വൈഫ് ഉണ്ട്. പക്ഷെ വൈഫ് ഇപ്പൊ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. നടിയാണോ? അതെ, നടിയാണ്. പേരെന്താണ്? ആറ്റുകാൽ റംഗീല എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആറ്റുകാൽ പൊങ്കാലെന്ന് കേട്ടിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയല്ല, ആറ്റുകാൽ റംഗീല എന്നാണ് എന്റെ ഭാര്യയുടെ പേര്. ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൊണ്ടുവരായിരുന്നു കേട്ടോ. കൊണ്ടുവരാൻ പറ്റൂല. അതെന്താ? ഭാര്യ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. മാർക്കി, നിന്റെ എന്ത് കാര്യം നടക്കത്തില്ലെന്ന്? അതല്ലെന്ന്, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ കൂടി കഴിഞ്ഞാൽ ഭയങ്കര കലപിലാണ്. ചട്ടിയും ഇതുപോലെ ഭാര്യ വന്ന് കലപിലുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? എനിക്ക് ശശിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി നിങ്ങൾക്ക് എന്നെ വളരെ ഇഷ്ടമാണല്ലേ. അയ്യോ, മേഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. എന്താ കാരണം? അത് കുഞ്ഞിലെ മുതലൊരു ശീലമാണ്. ഒരാൾക്കും ഇഷ്ടമല്ലാത്ത സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചുകളെ എന്നെ പോലെ തന്നെ സെയിം പിച്ച്. ഇത് ഏതാണ് ഈ മുണകൻ? അയ്യോ, മുണകനല്ല, ഇതെന്റെ ഭർത്താവാണ്. നേരത്തെ പറഞ്ഞില്ലേ മറ്റേ എല്ലാ സോറി കേട്ടോ, ഞാൻ നേരത്തെ അറിയാണ്ടാണ് പറഞ്ഞത്. സോറി സോറി, ഇത് കുറെ ശീലായി. ഇതിന് സ്ക്രാച്ച് ആൻഡ് വിൻ വഴി കിട്ടിയതാണ്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒത്തു കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ മേഡം, മേഡത്തിന്റെ ഫസ്റ്റ് പടം ഏതായിരുന്നു? അതായത് ആദ്യത്തെ സിനിമയാണ് എന്റെ ഫസ്റ്റ് പടം. അതാണ് ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടം. അത് ഏത് പടമായിരുന്നു? എന്റെ സിനിമയുടെ പേരാണ് ആദ്യത്തെ സിനിമ എന്നുള്ളത്. ആണോ? സിനിമയുടെ പേരായിരുന്നു ആദ്യത്തെ സിനിമ. ആരായിരുന്നു സംവിധായകൻ? മരിച്ചു പോയല്ലേ? അയ്യോ, അങ്ങനെ മരിച്ചു പോയെന്നല്ല, സംവിധായകന്റെ പേര് എം.എ. റിച്ചു. അവള് പറഞ്ഞു പോയെന്നപ്പം മരിച്ചു. ആണോ? ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, എന്താ സിനിമ കാണാൻ? നല്ല ഉഗ്ര സിനിമയായിരുന്നു. ആണോ? ആ സിനിമയുടെ CD കിട്ടോ? CD എന്തിനാ? ഞാൻ എന്റെ ഫാമിലിയും കൂടി ബസ്സിൽ യാത്ര പോണ്ടേ, അപ്പൊ ബസ്സിൽ വെച്ച് കാണാൻ വേണ്ടിട്ടാ. അയ്യോ, പറഞ്ഞു കൊടുക്കും ഒരു, എന്റെ സിനിമകളെല്ലാം തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമകളാണ്. അയ്യോ, അത് അങ്ങനെയല്ല. ബസ്സിലാകുമ്പോ ആരും പകുതിക്ക് വെച്ച് ഇറങ്ങി പോകില്ല, അതുകൊണ്ടാണ്. വന്നിട്ട് കുറെ നേരമായി. അല്ല, ശശിക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചില്ല. അല്ല, മേഡം എന്താണോ കഴിക്കുന്നത് അത് മതി എനിക്ക്. അയ്യോ, അത് പറ്റില്ല ശശി, കാരണം മേഡത്തിന് മിക്കപ്പോഴും ഡയറ്റ് ആണ്. കള്ളം പറയുക, ഇതുവരെ എനിക്കത് മേടിച്ചു തന്നിട്ടില്ല. എന്തോ ഇപ്പൊ പറഞ്ഞ ഡയറ്റ്? അയ്യോ, അതല്ല, മേഡത്തിന് ഭക്ഷണം എന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടം. ശശി അതല്ല,
ആയിരിക്കുന്ന സാധനമൊക്കെ കണ്ടോ ഇതാ. തുറന്നു നോക്ക്. ഈ ഇരിക്കുന്നത് കപ്പ പുഴുങ്ങിയത്, അത് പയറ് പുഴുങ്ങിയത്, അത് കടല പുഴുങ്ങിയത്. ഇനി വൈകിട്ടാണെങ്കിൽ ശശി കൊണ്ട ചക്ക ഉണ്ടല്ലോ, അതും വെട്ടിപ്പൊളിച്ച് പുഴുങ്ങി തിന്നുവള്. ആ ഫുഡ് വേണോ ശശിക്ക്? ആഹാ, അപ്പൊ മൊത്തം സ്ഫോടക വസ്തുക്കളാണല്ലോ. വെറുതെ അല്ല മേടത്തിന് പല പൊട്ടി പോണല്ലേ. ഞാൻ ചിരിച്ചു. ഇല്ല, ചിരിച്ചിട്ടില്ല. മുരിങ്ങി വന്നേ. എന്താ മുരിങ്ങി വന്നേ. വന്നു. വിത്തിട്ട് മുളപ്പിച്ചതാണോ? കുരു എന്ന് പറഞ്ഞേ ചിരിച്ചില്ലായിരുന്നേ. അത് ഒത്തില്ലായിരുന്നു. എന്റെ മുറിയിൽ AC ശരിയാക്കിയായിരുന്നു. അപ്പൊ അത് ഞാൻ ടെക്നീഷ്യനോട് വരണം എന്ന് പറഞ്ഞു, അവരാരും വന്നില്ല. ഞാൻ കുറെ എന്താ ഒരു ഉത്തരവാദിത്തം കാണിക്കാത്ത എന്താ? അതെന്നത് പട്ടിശോ അതല്ല, ആ മുറിയിൽ ഒരു ഫാൻ പോലും ഇല്ലാതെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? മേഡം, ഞാൻ മേഡത്തിന്റെ നല്ലൊരു ഫാനാണ്. Thank you. വേണമെങ്കിൽ ഞാനും മേഡം ഏതാ ബ്രാൻഡ്? അതല്ലെന്ന് മേഡത്തിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഞാൻ വീശി കൊടുക്കാതെ പറഞ്ഞതാണ്. ഞാൻ ചെയ്യാം. പിന്നെ മേഡം, ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് വന്ന എന്താണെന്നറിയുമോ? എനിക്ക് മറ്റൊരു ഉദ്ദേശമുണ്ട്. എന്താടാ അതിന്റെ ഉദ്ദേശം? എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ മേഡം ഒരു വിശ്വസ് വരണം. അതാണ് എനിക്ക് വേണ്ടത്. ഷോപ്പിംഗ് മാൾ ആണോ? അല്ലല്ല. കോംപ്ലക്സ് ആയിരിക്കും. അതല്ല. ജ്വല്ലറി? അതുമല്ല. പിന്നെ വേറെ എന്താണ്? ഫിഷ് സ്റ്റാളാണ്. അക്വേറിയത്തിലൊക്കെ മീനൊക്കെ വരുന്നത് എനിക്ക് ഇഷ്ടമാണ്. അയ്യ, അതല്ല. അയില, മത്തി, ചൂര, ചാളയൊക്കെ വിൽക്കുന്ന സാധാരണ ഒരു മീൻകടയാണ്. അതിനൊരു ആശംസ മേഡം പറയണം. ചക്കയോട്ട് കുഴച്ചെന്നെ സൂപ്പർ. ഞാൻ പറയും. ഇപ്പൊ ശശി കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പൊ ലൈവ് എടുക്കാം. ഇപ്പൊ തന്നെ ലൈവ് എടുക്കാം. എന്നാ കുഴപ്പമില്ല. വാ, ഹായ് ഹലോ. ക്യാമറ അങ്ങനെ വെക്കട്ടെ. ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിൽറ്റി റാണി. നമ്മുടെ സ്വന്തം സഹോദരൻ തുല്യനായിട്ടുള്ള ശശിയുടെ കടയിൽ നിന്ന് തന്നെ നിങ്ങൾ മീൻ മേടിക്കണ്ട കേട്ടോ. ആശംസകളോടെ ഗിൽറ്റി റാണി ഗിൽറ്റി. ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി പറയാൻ പാടില്ല. ചത്ത മീനുകൾക്കല്ല എന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ എന്റെ മീൻ കടയ്ക്കാണ് ഒരു ആശംസ വേണ്ടത്. അതങ്ങനെ പറഞ്ഞു മനസ്സിലായി. ഓക്കെ, ഞാൻ പറയാം. സംഭവിച്ച കുറച്ച് നാച്ചുറൽ ആയിട്ട് നമ്മൾ മറ്റേ ജോലിയുടെ മനസ്സിലായോ? അതുപോലെ ചെയ്യണേ, ചുമ്മാ തെറ്റിക്കല്ലേ. അല്ല, ഒന്ന് മുഖം ഒന്ന് ടച്ച് കൊടുത്തേ. ഭയങ്കരമായിട്ട് ഒന്ന് ടച്ച് കൊടുക്ക്. ആ മുഖത്ത് എന്തൊരു വെള്ള സാധനം തട്ടിക്കളാ. പല്ല് കളയണ്ട. ഓക്കെ മേഡം, ഒന്ന് പറഞ്ഞു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിൽറ്റി റാണി. അല്ല, ബോഡി ടച്ചിങ്. അല്ല, എന്റെ മീൻകടയുടെ പരസ്യം പറഞ്ഞു. എനിക്ക് എന്ത് മുരു സ്പോൺസർ അല്ലേ? പറഞ്ഞോളൂ. ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗിൽറ്റി റാണി. ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെ ശശിയുടെ കടയിൽ നിന്ന് തന്നെ നിങ്ങൾ മീൻ മേടിക്കണം കേട്ടോ. അതെന്താ അങ്ങനല്ലല്ലോ? അങ്ങനല്ലേ? ഉമ്മ ശരിയായില്ലായിരുന്നു. നീ നിന്റെ കടയുടെ സ്പോൺസർ, അതിന്റെ സ്പോൺസർ, അതിനുള്ള ഉമ്മ ഞാൻ കൊടുത്തോളാം. ആണാ? എനിക്ക് ഇതല്ല പറയേണ്ടത്. അതെ, എന്റെ കടയുടെ പരസ്യം ഞാൻ എഴുതി കൊണ്ടിട്ട് ഇത് നോക്കി പറഞ്ഞാ കറക്റ്റാ. എന്തേ വേറെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിച്ചാ പോരെ? വേറെ ആരെ കിട്ടാൻ ഈ സമയത്ത്? വേറെ നടിമാരുണ്ട്. വേറെ ഏത് നടി പറഞ്ഞത്? നോക്കൂ, മുറ്റത്തൊരു മിയ. അത് മൈനന്നല്ലേ? അല്ല, മിയ. നോക്കൂ. അനാർക്കലിയിലെ കൊച്ച്. അനാർക്കലിയിലെ കൊച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ് മാറ്, തന്നെ കൊണ്ട് പറ്റൂലോ. ഹലോ മേഡം, ഞാൻ മേഡത്തിന്റെ ഭയങ്കര ഒരു ആരാധകനാണ്. എനിക്ക് മേഡത്തിന്റെ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടാത്ത സാധനം എങ്ങനെ ഇഷ്ടമാണ്? അത് ഈ കൊച്ചിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ മേഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേഡം, എന്റെ ഒരു മീൻകടയുടെ ഒരു വിഷയം ഉണ്ട്, മേഡം പറയാമോ? അയ്യോ, ഇപ്പൊ ഇച്ചിരി ബിസി ആയിട്ടിരിക്കുക. ആണാ? ഫ്രീ അല്ല. ഫ്രീ അല്ലേ? ഇനിയിപ്പോ ഫ്രീ ആയിട്ടാണെങ്കിൽ പോലും എനിക്ക് വേണ്ട. ഒരു കാര്യം പറഞ്ഞാൽ വിഷമിക്കോ? കൊള്ളൂല. പിന്നെ കരയാൻ പറഞ്ഞ ചിരിക്കാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്. കൊള്ളൂല, ഒട്ടും കൊള്ളൂല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അല്ല, അത് നടക്കത്തില്ല. ഞങ്ങൾ ഇൻസൾട്ട് ചെയ്തു. ഞങ്ങൾ ഇനി വീഡിയോ തരത്തില്ല. അതല്ല, ഇത് ഞാൻ തന്നെ പറയും. പൈസയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ ഞാൻ തന്നെ പറയും. മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ആദ്യം സാഹസമായി വല വീശി ചാവാതി ചന്തയിൽ എത്തിച്ച് കച്ചവടം നടത്തുന്ന ശശിയുടെ നല്ല ചാള വേണമെങ്കിൽ ശശിയുടെ ചാളക്കട തന്നെ വേണം. അയച്ചാൽ അത് ചടങ്ങി ശശിയുടെ ചാളക. വായ കോരിത്തരം വാരിത്തരം ശശിയുടെ ചാള. ഇത് വേണ്ടട്ടാ. അപ്പൊ അത് വേണ്ട. നമുക്ക് പരസ്യം വേണ്ട. എന്നാ ഫ്രീ ആന്ന് വെച്ചാൽ ഒരു ദിവസം ചമ്പക്കര മാർക്കറ്റിൽ വരണം. എന്നിട്ട് ഞാനും മേഡവും കൂടി ഒരുമിച്ചിരുന്നിട്ട് കച്ചവടം ചെയ്യുന്നു. ഗിൽറ്റി റാണി കച്ചവടം ചെയ്യുമ്പോൾ ആളുകൾ വരും, നമുക്ക് ചാകരയായിരിക്കും, നമുക്ക് കോടികൾ വരാം. എന്താ പറയുന്ന കേട്ടോ? അല്ല, അവൻ പറഞ്ഞത് എന്താണ് കുഴപ്പം? നിന്റെ ജാടയേക്കാൾ നല്ലതാണ് ശശിയുടെ ഈ ചാള. ഹായ്, പടങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ. മിയ ഇല്ല, ഞാൻ പിണക്കത്തില്ല. നല്ല കാര്യം. ഞാൻ കൂട്ടില്ല. എന്താ എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ആദ്യമേ ചുമ്മാ ഫാനാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ബൈറ്റ് ഒക്കെ ചോദിച്ച് ഫ്രീ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്റെ അഭിനയം ശരിയല്ല, ചിരി ശരിയല്ല, നോട്ടം ശരിയല്ല. അപ്പൊ ഇനിയിപ്പോ ഇല്ലായിരുന്നു കൈന്നിട്ട് അതെന്തിനാ അങ്ങനെ? എന്നാലും എന്റെ ഹൃദയം നൊന്തു. ഇനിയിപ്പോ ഞാൻ കമന്റ് ഒന്നും പറയുന്നില്ല, ഇവരോട് ചോദിച്ചു. വീഡിയോ ബൈറ്റ് കൊടുത്തില്ലെങ്കിൽ പലർക്കും നമ്മളെ ശത്രുക്കളാവും. അനുഭവം ഉണ്ട്, ശരിയാ. അതിലൊന്നായിട്ട് കണ്ടാൽ മതി. ഇനിയിപ്പോ എന്തായാലും ഞാൻ അവസാനേ പറയുന്നുള്ളൂ, ഇവരൊക്കെ പറയട്ടെ. ഷജിറെ, ബാസ്റ്റിൻ, സുമി, നിങ്ങൾ ഒരു ഫാസ്റ്റ് സ്കിറ്റ് എന്ന് പറയാം, നല്ല ഫാസ്റ്റ്
ഫാസ്റ്റായിട്ട് കളിച്ച് തീർത്തുന്നുള്ള. എനിക്ക് സുമിയുടെ മീൻ കച്ചവടം അടിപൊളിയായിരുന്നു കേട്ടോ. അതൊരു എന്നുവെച്ചാൽ അത് നമ്മളൊരു പെർഫോം ചെയ്യുമ്പോൾ അത് ആ സമയത്ത് തന്നെ അതിനൊരു സ്പോട്ടിൽ കൈയ്യടി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെർഫോമൻസിൻ്റെ ഗുണമാണ്. ആ മീൻ കച്ചവടത്തിന് ഒരു ഉഗ്രം കൈയ്യടിയായിരുന്നു ഇവരെല്ലാം വരുന്നത് ഇവിടെ തന്നത്. അതൊരു ആർട്ടിസ്റ്റ് ബേസിലാണ്. ശരിയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ബേസിലൊക്കെ നല്ല പരിപാടികളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറച്ച് ഫാസ്റ്റ് കൂടി പോയി ചില കാര്യങ്ങളിൽ എന്ന് തോന്നുന്നു. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ലെജിബിൾ ആകാതെ പോയി ചില കൗണ്ടറുകൾ. ബാക്കി പെർഫോമൻസ് ബേസിലൊന്നും വേറെ പ്രശ്നങ്ങളോ അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. എനിക്ക് കൗണ്ടർ കുറഞ്ഞു പോയി എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് മനസ്സിലെത്തി നല്ല സ്കിറ്റുകളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജോട്ടാ. സുമി, ഞാൻ സുമിയെ വിളിക്കുള്ളൂ ഈ എപ്പിസോഡിലെ കാര്യം. സുമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് ഒരു സാധനം നമ്മൾ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തമാശ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പിന്നത്തെ കാര്യമാണ്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഭാഗം വൃത്തിയായിട്ട് അങ്ങ് ചെയ്യും എന്നുള്ളതാണ്. അത് സുമിയുടെ ഒരു വലിയൊരു ഇത് തന്നെയാണ്. കാര്യം ചില ആർട്ടിസ്റ്റുകൾ തമാശ ഇല്ല ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖം ഡൗൺ ആകും. പിന്നെ എത്ര അവർ കിടന്ന് തലകുത്തി മറന്നാലും ഒന്നും അവരെ ഇന്ന് വരികയില്ല. പക്ഷെ സുമിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. പെർഫോമൻസ് ബേസിൽ നിങ്ങൾ 3 പേരും പക്കയാണ്. ബാസിനാണ് സ്പീഡ് കുറയ്ക്കേണ്ടത് കേട്ടോ. നീയാണ് വിട്ടടിച്ച് പോകുന്നത്. സുമിയൊക്കെ ഓൾറെഡി ഫാസ്റ്റായിട്ട് പറഞ്ഞെങ്കിലും ലെജിബിളാണ്. നീ പറയുമ്പോൾ ചില കാര്യങ്ങൾ മുങ്ങിപ്പോവും, അതാണ് പറ്റിപ്പോകും. ചില സ്ക്രിപ്റ്റുകളൊന്ന് റെഡിയാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഗൗരവമായ സാധനങ്ങളൊക്കെ ഗൗരവം എന്ന് പറഞ്ഞാൽ പുതുമയുള്ളവൻ തപ്പുകയാണെങ്കിൽ നല്ലവണ്ണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെക്കാൾ ഗൗരവമായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്, അതാണ് പ്രശ്നം. അത് പിന്നെ അതിൻ്റെ വീഡിയോ എടുക്കാത്തതിൻ്റെ അതിൻ്റെ കാശ് കിട്ടാത്തതിൻ്റെ പരിവാണ്. നമ്മൾ വിലക്കെടുക്കണ്ട. നമ്മളോട് ചോദിച്ചിട്ട് ഞങ്ങൾ തന്നേനെ കേട്ടോ. ഇനിയിപ്പോൾ അതിൽ ഞങ്ങളുടെ അഭിനയം കൊള്ളിയല്ലേ നിങ്ങൾ പറയുന്നതൊന്നും ന്യായങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പിണക്കവും ഇല്ല. പക്ഷെ ആ കുട്ടി പാലാക്കാരിയാണ്, അത് ചെയ്യുന്ന കുട്ടിയാണ്. തന്നെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എപ്പോഴും നോക്കുക വേണം. അതായത് ഒരാൾ ഇരിക്കുമ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു സംഭവം. ഇല്ല, ചെയ്ത കുറ്റവേ അത് തിരുത്താൻ ഇനി സമയമുണ്ട്. അല്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഫാനായി മാറി ഒന്നുകൂടെ ഒന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു മത്സരമാകുമ്പോൾ നമ്മൾ അതൊന്ന് അത് സുമി ആണെങ്കിലും ബാസ് ശ്രദ്ധിക്കണം. ഒരു ഇക്കാട മീൻകട ഉണ്ട്, ഒരു ആശംസ പറഞ്ഞല്ലോ. ഒരു ആശംസ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞില്ല, മനസ്സുകൊണ്ട് ഇഷ്ടമാണെന്നേ, തുറന്നു പറയാത്തതാ. അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്താന്ന് വെച്ചാൽ സംസാരിച്ചു. വീഡിയോ ബൈറ്റ് ഒന്നും തരുന്നില്ല. എന്തായാലും സ്കിറ്റിനുള്ള പറയാം. ഇതിന്റെ ബൈറ്റ് പറയാമല്ലോ. സ്കിറ്റിനുള്ള കുറച്ചു മുമ്പ് കണ്ട വീഡിയോയുടെ ബൈറ്റ് പറഞ്ഞു. ചുമ്മാ വേണമെങ്കിൽ കേട്ടോ. അല്ലല്ല, അത് സീരിയസ് ആടാ. അത് സീരിയസ് ചുമ്മാ ഒന്നുമല്ല, സീരിയസ് ആയിട്ട്. ഇപ്പൊ പറയുന്ന നിങ്ങൾ മൊത്തം കുറ്റങ്ങളായിരിക്കും. കൗണ്ടർ ഇല്ലായിരുന്നു എന്നൊക്കെ പറയും. ഇല്ല, രസമായിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ ചിരിച്ചു. എന്നാ ചിലതൊക്കെ അത്ര അങ്ങോട്ട് ചിരി വന്നുമില്ല പറയാൻ. അതെ, എനിക്ക് നിങ്ങൾ ഇത്ര ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയാ സംസാരിക്കുന്നതെന്നാണ്. നിങ്ങൾ 3 പേരും സൂപ്പർ ഫാസ്റ്റ് വിട്ട പോലെയാ പോകുന്നത്. എനിക്കൊന്നും ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കാനേ പറ്റത്തില്ല. എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോവാണ്. അവസാനം പറഞ്ഞ ആ ലെറ്റർ വായിച്ചില്ലേ, ആ ചാളമത്തി എന്നൊക്കെ പറഞ്ഞു, ഉഗ്രനായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ കുറച്ചും കൂടെ സംഭവങ്ങൾ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ചും കൂടെ സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവൽ പോയേനെ. താങ്ക് യു മിയ. നമുക്ക് മാർക്സ് വാങ്ങിക്കാം. മിയ ആദ്യത്തെ മാർക്സ് പറഞ്ഞു 7,000 രൂപ. പ്രജോദേട്ടാ? ഞാൻ ഒരു 6. അപ്പൊ രണ്ടോട് ചേർത്ത് 13 മാർക്ക്, അതായത് 13,000 രൂപ. ബാക്കി എൻ്റെ താണ്ടതോ വരുന്നു. ചെറുക്ക ടോട്ടൽ എമൗണ്ട് അയച്ചിട്ടുണ്ട് 20,000 രൂപയാണ്. ഈ എമൗണ്ട് കാര്യമാക്കണ്ട. അടുത്ത പ്രാവശ്യത്തിൽ പൂർവ്വാധി ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അടിപൊളി കണ്ടന്റും കുറെ കൗണ്ടേഴ്സും. ഓക്കെ, താങ്ക് യു ഗ്ലിറ്റർ റാണി. താങ്ക് യു. അപ്പോ ഇത് ഐറ്റമേറയുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കണു. ഒരുപാട് ചിരിച്ചെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ ചിരിച്ച ആൾ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി 2 വാക്ക് പറയാ. ഞാനല്ലേ? സ്വാഭാവികം. എങ്ങനെയൊക്കെയാ ചിരിച്ചേ? കൈ ഓക്കെ അല്ലേ ചേട്ടാ? എക്സ്റേ എടുക്കണം. പോയി കഴിഞ്ഞിട്ടാവാം. അടുത്ത പ്രാവശ്യം മറ്റേ സൈഡിലിരിക്കാം. അപ്പൊ മറ്റേ കയ്യിൽ വരിക്കാം. അപ്പൊ പോകാൻ ഉദ്ദേശമില്ല. മുട്ടയേക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ വരുന്നവർക്ക് ആർക്കും പോകാൻ തോന്നാറില്ല. അതൊരു എന്തോ അല്ലേ? ഒരുപാട് എൻജോയ് ചെയ്തു, ഒത്തിരി ചിരിച്ചു. കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിറ്റുകൾ കാണാൻ പറ്റി. എല്ലാം വളരെ മനസ്സറിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇവിടെ വന്ന് ചിരിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റി. ഒത്തിരി സന്തോഷം. മതി, അത് കേട്ടാ മതി അല്ലേ പ്രജോദേട്ടാ? തീർച്ചയായിട്ടും.
കാരണം നമുക്ക് ഇവിടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തുറന്ന് പറയുന്ന അഭിപ്രായങ്ങൾ അവരത് കേട്ടിട്ട് തീർച്ചയായിട്ടും മാർക്ക് കുറഞ്ഞാൽ അടുത്ത പ്രാവശ്യം മാർക്ക് കൂടുതൽ മേടിക്കാൻ അവർ കാണിക്കുന്ന എഫേർട്ടുണ്ട്. ആ എഫേർട്ടാണ് ഇത് ഐറ്റം വേറെ ലെവൽ എന്ന് പറയുന്നത്. അത് തന്നെ. അതിപ്പം നമ്മുടെ ഈ ഷോയിൽ നമ്മുടെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കും ഇപ്പം നമ്മളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുകയും സന്തോഷിക്കുകയും ഹാപ്പി ആയത് നമ്മുടെ ഇരിക്കുന്നവരാണ് കേട്ടോ. അതെ, ഒരു വലിയ കയ്യടി നമ്മൾ അവർക്ക് കൊടുക്കണം. പാലക്കാട് നിന്നുള്ള ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരാണ്. ഒത്തിരി 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 സന്തോഷം. നല്ലേപ്പിള്ളി അല്ലേ? അയ്യോ, ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ എല്ലാവരോടായിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഗുഡ് നൈറ്റ് പറയാണ്. നന്നായിട്ട് കിടന്നുറങ്ങി ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ എപ്പിസോഡിൽ ഇതേപോലെ ചിരിക്കാൻ വരിക. ചിരിപ്പിക്കാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.